നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യുമ്പോൾ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ മദ്ഹ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആനിന്റെ വർണ്ണനകളാണ്. ഖുർആനിനെ വർണ്ണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയ ആളാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി എന്നല്ല വിശ്വാസികൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇന്നലെ നമ്മൾ പറഞ്ഞു, വിശുദ്ധ ഖുർആനാണ് ഹബീബിന്റെ ഏറ്റവും വലിയ അത്ഭുത സിദ്ധി. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടെങ്കിലും സമൂഹത്തിന് മുമ്പിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന, എക്കാലത്തും നിലനിൽക്കുന്ന, മരിക്കാത്ത മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ. അതിനെത്ര നാള് വരെ ആയുസ്സുണ്ട്? ഖിയാമം വരെ ആയുസ്സുമുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ആ ഖുർആനിനെ പരാമർശിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ 2 ദിവസത്തെ പ്രഭാഷണവും കഴിഞ്ഞു പോയത്. ഇന്നും നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്നത് ആ ഗുണഗണങ്ങളെ കുറിച്ച്, ആ വിശുദ്ധ ഖുർആനിന്റെ ഗുണഗണങ്ങളെ കുറിച്ചു തന്നെയാണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പതുക്കെ ഒന്ന് അങ്ങോട്ട് എത്താം. അതിന്റെ ശേഷം കഴിഞ്ഞ കൊല്ലം പരാമർശിച്ച ചില വിഷയങ്ങളുണ്ട്, അത് മാറ്റിവെച്ചതിന്റെ ശേഷം അത് ചർച്ചക്ക് എടുക്കാതെ തൊട്ടടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഇവിടെ ഖുർആനിനെ പരാമർശിക്കുന്ന സമയത്ത് മഹാനവറുകൾ പാടുന്നത് വകസ്വിറാത്തി വകൽ മീസാനി മഅദിലതൻ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമി. വകസ്വിറാത്തി, സിറാത്ത് പാലം പോലെയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു വരി അങ്ങ് പറയുമ്പോൾ അതിൽ ഏതോ ഒരു വിഷയത്തെ മദ്ഹ് ചെയ്യലായിരിക്കും ലക്ഷ്യം. പക്ഷെ ആ വരികൾക്കിടയിൽ ഇമാം ബൂസീരി 2 or 3 വിഷയങ്ങളെയൊക്കെ പരാമർശിച്ചിട്ടുണ്ടാകും, പഠിപ്പിച്ചിട്ടുണ്ടാകും. ഇതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ആയിരക്കണക്കിന് വിജ്ഞാന ശാഖകൾ ഖസീദത്തുൽ ബുർദയിലുണ്ട്. വകസ്വിറാത്തി വകൽ മീസാനി, സിറാത്തു പാലം പോലെയും നന്മ തിന്മകൾ തൂക്കുന്ന പടച്ച തമ്പുരാന്റെ അടുത്തുള്ള മീസാൻ എന്ന ത്രാസ് പോലെയും ആണ് വിശുദ്ധ ഖുർആൻ. മഅദിലതൻ, നീതിയുടെ വിഷയത്തില് ഖുർആൻ സിറാത്ത് പാലം പോലെയും മീസാൻ പോലെയുമാണ്. കറ കറക്റ്റ് ആയിരിക്കും എന്നർത്ഥം. വകസ്സിറാത്തി വകൽ മീസാനി മഅദിലതൻ ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമി. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ, ഈ ഖുർആനിക വചനങ്ങളിൽ നിന്നല്ലാതെ ആരെങ്കിലും നീതി ആഗ്രഹിച്ചെങ്കിൽ ഫിന്നാസി ലം യഖുമി, ഇല്ല, ജനങ്ങളിൽ ഒരിക്കലും ഖുർആനില്ലാത്ത ജനങ്ങളിൽ നീതി പുലരില്ല. ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമി. ഖുർആൻ അല്ലാത്ത മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് ജനങ്ങളിൽ നീതി നിന്നു കാണുകയില്ല, അത് നിലനിൽക്കുകയില്ല, അത് പുലരുകയില്ല. അത് നിങ്ങൾക്ക് കേവലം എന്നും ഒരു മരീചികയായിരിക്കും. നീതി പുലർന്നു കാണണമെങ്കിൽ വിശുദ്ധ ഖുർആന്റെ വക്താക്കളിലൂടെ ആയിരിക്കും നിങ്ങളത് കാണുക. കാരണം ഖുർആൻ അത്രയും കണിശമാണ്. ഏതുപോലെ? സിറാത്ത് പാലം പോലെയും മീസാൻ പോലെയും കണിശമാണ്. ഇത് എത്രമാത്രം നീതിയെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടോ അതേ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ നീതി പഠിപ്പിക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത്, ആദ്യം ഇമാം ബൂസീരി നമ്മെ പഠിപ്പിക്കുന്നത് സിറാത്ത് പാലവും മീസാനുമാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇത് എന്തായാലും എത്ര കാലം ചർച്ച ചെയ്താലും തീരില്ല. സിറാത്ത് പാലത്തിന്റെയും മീസാനിന്റെയും നീതി അതാദ്യം പരാമർശിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയൂ. സിറാത്ത് പാലം, നീതി പുലർത്തുന്നതിൽ സിറാത്ത് പാലം നിസ്തുലമായ ഒരു സംഗതിയാണ്. അതിന് തുല്യതയില്ല. എന്തുകൊണ്ട്? ഇവിടെ നിയമത്തെ മറികടന്ന എത്രയോ ആളുകളുണ്ട്. ദുനിയാവിൽ നിയമത്തെ മറികടക്കുന്നവർക്ക് നിയമത്തിന് കുരുക്കുകളുണ്ടെങ്കിൽ പഴുതുകളിലൂടെ അവർ, നിയമക്കുരുക്കുകൾ പഴുതുകളിലൂടെ അവർ പലപ്പോഴും അടച്ചു കളയും.
നിയമത്തിന് കുരുക്കുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറം പഴുതുകൾ കണ്ടെത്തി ഈ നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാണ് ദുനിയാവിലെ പാപികളെങ്കിൽ, ദുനിയാവിലെ അക്രമികളെങ്കിൽ, അഴിമതിക്കാരും അതുപോലെ തന്നെ തിന്മയുടെ പക്ഷത്ത് യഥേഷ്ടം വിഹരിക്കുന്നവരുടെയും അവസ്ഥ ഇതാണെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ഒരൊറ്റ കുട്ടിയുടെയും കുതന്ത്രങ്ങൾ വിലപ്പോവാത്ത വളരെ കർശനമായ നീതി പുലർത്തുന്ന പാലമാണ് സിറാത്ത്. സജ്ജനങ്ങൾക്കല്ലാതെ അപ്പാലം കടന്നു തീർക്കാൻ സാധ്യമല്ല. അങ്ങനെ ഒരു പാലമുണ്ടോ? നരകത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പാലമാണ് സിറാത്ത്. ആര് പറഞ്ഞു? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സിറാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പാലമുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാ കിറാം ചോദിക്കുകയാണ്, അല്ല നബിയേ, അന്നന്നാസ ഖാലൂ ഇന്നന്നാസ ഖാലൂ യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ. അന്ത്യദിനത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബിനെ കാണാൻ പറ്റുമോ നബിയേ? കുറെ കാലായല്ലോ ഈ റബ്ബിനെ ആഗ്രഹിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിനെ കാണാൻ താല്പര്യമുള്ളവർ സുഹൃതം ചെയ്തു കൊള്ളട്ടെ എന്ന് പടച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ലിഖാ നാളെ പരലോകത്ത് വെച്ച് നേർക്ക് നേർ ഞങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുമോ? അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ ഏതൊരു വിഷയത്തിലാണ് എന്നോട് സംവാദത്തിന് വരുന്നത്? ഹൽ തുമാറൂന ഫിൽ ഖമരി ലൈലത്തുൽ ബദർ. 14-ാം രാവില് ചന്ദ്രനെ കാണുമോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, നിങ്ങൾ എന്നോട് തർക്കിക്കോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്ക് സംശയമുണ്ടോ? ഹൽ തുമാറൂൻ ഫിൽ ഖമരി ലൈലത്തുൽ ബദർ. പൂർണ്ണ ചന്ദ്രനുള്ള രാത്രി അഥവാ 14-ാം രാവില് ചന്ദ്രനെ കാണുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? ലൈസ ദൂനഹു സഹാബ്. അതിന്റെ താഴ്ഭാഗത്ത് മേഘമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മേഘാവൃതമായ അന്തരീക്ഷമല്ല, മാനം തെളിഞ്ഞ അവസ്ഥയാണ്. 14-ാം രാവുമാണ്. അന്ന് ചന്ദ്രനെ കാണാൻ കഴിയോ ഭൂമിയിലുള്ള ആളുകൾക്ക്? നിങ്ങൾ എന്താ പറയുന്നത്? ഖാലൂ ലാ യാ റസൂലല്ലാഹ്. ഇല്ല നബിയെ, ആ കാര്യത്തിൽ ഞങ്ങൾക്കൊട്ടും സംശയമില്ല. 14-ാം രാവിൽ ചന്ദ്രനെ കാണാൻ കഴിയോ എന്ന് ചോദിച്ചാൽ അതിൽ തർക്കിക്കുന്നവരുണ്ടാകൂലല്ലോ, അതിൽ സംശയിക്കുന്നവരും ഉണ്ടാകില്ല. ഞങ്ങൾക്ക് സംശയമല്ല, ഞങ്ങൾക്ക് ഉറപ്പാ 14-ാം രാവിൽ ചന്ദ്രനെ കാണാൻ പറ്റും. ശരി, നബി തങ്ങൾ ചോദിച്ചു, എന്നാ പിന്നെ എന്റെ അടുത്ത ചോദ്യം ഒന്നും കൂടെ, ഒരു പടിയും കൂടെ നബി കയറുകയാണ്. ഖാല ഫഹൽ തുമാറൂന ഫിശ്ശംസി ലൈസ ദൂനഹാ സഹാബ്. മേഘമില്ലാത്ത ഒരു സമയത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പം പട്ടാപകൽ സൂര്യനെ കാണാൻ കഴിയോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അതിൽ നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? ഖാലൂ ലാ യാ റസൂലല്ലാഹ്. ഇല്ല ഇല്ല, അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് സംശയമില്ല. സൂര്യനെ കാണാൻ കഴിയും, ചന്ദ്രനെ കാണാൻ കഴിയും, സൂര്യനെ കാണാൻ എന്തായാലും കഴിയും, സംശയമില്ല. മേഘം ഉണ്ടായാൽ തന്നെ സാധിക്കില്ലേ? കണ്ടോ നിങ്ങൾ, മേഘാവൃതമായ അന്തരീക്ഷമല്ല, സൂര്യൻ ഉദിച്ചു നിൽക്കുന്നെങ്കിൽ സൂര്യനെ കാണുമോ? ഇവർ പറഞ്ഞു കാണും. ഖാല, അപ്പോൾ നബി തങ്ങൾ പറയുന്നു, ഫഇന്നകും തറൗനഹു കദാലിക്. ഇതേ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ അല്ലാഹുവിനെ കാണും. നിങ്ങൾ സൂര്യനെ കാണുന്നത് പോലെ, ചന്ദ്രനെ കാണുന്നത് പോലെ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവിനെ നേരിട്ട് കാണാനിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഹരം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആനന്ദദായകമായ ടൈം അള്ളാഹുവിനെ കാണുമ്പോഴാണത്രേ. അള്ളാഹുവേ, ഈ സദസ്സിൽ പങ്കെടുത്തതിന്റെ ബറക്കത്തുകൊണ്ട് നിന്റെ ലിഖാ കണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. യുഹ്ശറുൻ നാസു യൗമൽ ഖിയാമ. നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ജനങ്ങളെയൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് പടച്ച തമ്പുരാൻ പറയുന്നു, മൻ കാന യഅ്ബുദു ശൈഅൻ ഫല്യത്തബിഅ. ആരെങ്കിലും ഞാനല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കൾക്ക് ആരാധിക്കുന്നവർ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരൊക്കെ ആ ആരാധിച്ചവരുടെ കൂടെ പൊയ്ക്കോളീൻ. അള്ളാഹുവിന്റെ കൽപ്പന. ഫമിൻഹും മൻ യത്തബിഉ ശംസ. സൂര്യനെ ആരാധിച്ച ഒരു ടീം ഉണ്ടാവും, അവർ സൂര്യന്റെ കൂടെ പോകും. വമിൻഹും മൻ യത്തബിഉൽ ഖമറ. ചന്ദ്രന്റെ കൂടെ പോകുന്നവരുണ്ട്. വമിൻഹും മൻ യത്തബിഉ തവാഗീത. പിശാചുക്കളുടെ കൂടെ പോകുന്നവരുണ്ട്. വതബ്ഖാ ഹാദിഹിൽ ഉമ്മ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഉമ്മത്ത് മാത്രം അവിടെ ബാക്കിയാകും, ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ടാകും. ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മത്ത് ഇസ്ലാമിയ, മുസ്ലിം ഉമ്മത്ത്, നബി തങ്ങളുടെ ഉമ്മത്ത് മാത്രമല്ല, ആദം നബി അലൈഹിസ്സലാം തൊട്ട് തൗഹീദിന്റെ ഉമ്മത്ത് മുഴുവനും അവിടെ ഉണ്ടാകും. ഹാദിഹിൽ ഉമ്മത്തു ഫീഹാ മുനാഫിഖൂഹാ, കപടവിശ്വാസികളൊക്കെ ആ കൂട്ടത്തിലുണ്ടാവും. ചുളിവിൽ കയറാൻ പറ്റുമോ? പക്ഷെ അവർക്കൊന്നും കയറാൻ പറ്റില്ല, അവരവിടെ ബാക്കിയുണ്ടാകും. അങ്ങനെ അവർ നിൽക്കുമ്പോഴാണ് പടച്ചറബ് അവരുടെ മുമ്പിൽ വരിക. എന്നിട്ട് അല്ലാഹു പറയും, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്. അപ്പൊ ഇവര് പറയത്രേ, ഈ രക്ഷിതാവാണ്, പക്ഷെ ഞങ്ങൾ കണ്ടതുപോലെ, ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ, ഞങ്ങൾ പഠിച്ചതുപോലെ ഉള്ള ഒരു രക്ഷിതാവായിട്ട് നിന്നെ തോന്നുന്നില്ല. അതുകൊണ്ട് നീ രക്ഷിതാവാണെന്ന് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അള്ളാഹുവിന്റെ യഥാർത്ഥ രൂപത്തിലല്ലാതെയാണ് വരിക എന്ന് ഇമാം ബുഖാരി പറയുന്നു. ആദ്യമായി രണ്ടാമത് വീണ്ടും അല്ലാഹു തആല തന്റെ യഥാർത്ഥ രൂപത്തിൽ അല്ലാഹു തആല അവരുടെ മുമ്പിൽ അതാ പ്രകടമാകുന്നു, വെളിവാകുന്നു. എന്നിട്ട് ചോദിക്കുന്നു. ആ ചോദ്യം അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ്. ഹർഫില്ലാത്ത സംസാരം, തടിയില്ലാത്ത അവസ്ഥ, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, കാണുമ്പോൾ മാത്രം തിരിയുന്ന കാര്യമാണ്. എന്നാൽ അള്ളാഹുവിന് സത്തയുണ്ട്, ദാത്തുണ്ട്, ആ കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നു. അള്ളാഹു പറയുന്നു, അന റബ്ബുക്കും ഫയഖൂലൂന അൻത റബ്ബുനാ, ഇതാണ് ഞങ്ങൾക്ക് പ്രവാചകന്മാര് പഠിപ്പിച്ച റബ്ബ്. അങ്ങനെ ഇവരെ മുഴുവനും അള്ളാഹു വിളിക്കും. ഫയദുഉഹും ഫയുദ്റബു സിറാത്തു ബൈന ദഹ്റാനൈ ജഹന്നം, എല്ലാവരും അള്ളാഹുവോട് വിളിക്കും. അപ്പോ സിറാത്ത് പാലം വെച്ചിട്ടുണ്ടാകും നരകത്തിന്റെ രണ്ടറ്റങ്ങൾക്കിടയില്. സിറാത്ത് പാലം, അപ്പൊ നരകത്തിന്റെ മുകളില് സിറാത്ത് പാലം പാകി വെച്ചിട്ടുണ്ടാകും, അതിലൂടെയാ പോകാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. സിറാത്ത് പാലത്തിന്റെ രൂപം കേട്ടിട്ട് പലരും അതിനെ നിഷേധിക്കാൻ തയ്യാറായവരുണ്ട്. ഏത് മുൻകാലങ്ങളിൽ തന്നെ അതിനെ നിഷേധിക്കാൻ തയ്യാറായവരുണ്ട്. മുടിയേക്കാൾ നേരിയതും വാളിനേക്കാൾ ശക്തമായതും നല്ല മൂർച്ചയുള്ളതും എന്നൊക്കെ പറയുമ്പോ പിന്നെ എങ്ങനെയാ അതിൽ കൂടെ നടന്നു പോവുക എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കാൻ തയ്യാറായവരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത്തരം സംശയങ്ങൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്, അതിലൂടെ നടക്കാൻ പറ്റുമോ എന്നല്ല, മിന്നറിയുന്ന വേഗത്തിൽ കടക്കുന്നവരുണ്ട്, ഓടിപ്പോകുന്നവരുണ്ട്, നടന്നു പോകുന്നവരുണ്ട്, നിരങ്ങി ഒപ്പിച്ചു പോകുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം ചില ആയത്തുകൾ ആ കടക്കുന്ന സമയത്ത് നമ്മെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുന്ന ആയത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഓതാൻ പോവുകയാണ്. ഫഅകൂനു അവ്വല മൻ യജൂസു മിനർ റുസുലി ബി ഉമ്മത്തിഹി, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അങ്ങനെ സിറാത്ത് പാലത്തിന്റെ അടുത്ത് ആരൊക്കെ ഉണ്ട്? ആദം നബി അലൈഹിസ്സലാം തൊട്ടുള്ള എന്റെ ഉമ്മത്ത് വരെയുള്ള സർവ്വ ഉമ്മത്തുമുണ്ട്. മുസ്ലിമായ ജനങ്ങൾ മുഴുവനും അവിടെയുണ്ട്, മുസ്ലിം ഉമ്മത്ത് മുഴുവനുമുണ്ട്. ആ കൂട്ടത്തിൽ ഫഅകൂനു അവ്വല മൻ യജൂസു മിനർ റുസുലി ബി ഉമ്മത്തിഹി, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്റെ ഉമ്മത്തിനെയും കൊണ്ട് സിറാത്ത് പാലം കടക്കുന്ന ഒന്നാമത്തെ ആള് ഞാനാണ്. ഏറ്റവും അവസാനം വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും ആദ്യമായിട്ട് സിറാത്ത് പാലം കടക്കുന്നത്, നബിയും ഉമ്മത്തും. നമ്മളുടെ ബാക്കി ആലോചിച്ച് നോക്കൂ. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നമ്മൾ ഏറ്റവും അത്യുത്തമ സമൂഹമാണ്. പക്ഷെ ആ ബോധം നമുക്കില്ലാതെ പോയി. ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിടത്തത് പറയുന്നുണ്ട്. ഇമാം ബൂസീരിയുടെ വരികൾക്കിടയിലൂടെ ആ കാര്യം എന്നെയും നിങ്ങളെയും ഇമാം ബൂസീരി വളരെ ഭംഗിയായിട്ട് പാടി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായി എന്നതുകൊണ്ട് നിങ്ങൾ ഉത്തമ വിഭാഗമായിരിക്കുകയാണ്. ലമ്മാ ദഅല്ലാഹു ദാഇനാ ലിതാഅതിഹി ബിഅക്റമിർ റുസുലി കുന്നാ അക്റമൽ ഉമമി. അപ്പൊ ഏറ്റവും അത്യുത്തമ സമൂഹമായതുകൊണ്ട് നമ്മളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്ത് പാലം കടക്കുന്നത് ആദ്യം. നബി തങ്ങൾ പറയുന്നു, ആ സിറാത്ത് പാലം കടക്കുന്ന രംഗം അത് വളരെ ഭയാനകമാണ്. വലാ യതകല്ലമു യൗമഇദിൻ അഹദുൻ, ആ സമയത്ത് ഒരൊറ്റ കുട്ടിയും ഉരിയാടില്ല, ഒരക്ഷരവും മിണ്ടില്ല. ഇല്ലർ റുസുലു, പ്രവാചകന്മാരല്ലാതെ മറ്റാരും സംസാരിക്കില്ല. പ്രവാചകന്മാരല്ലാതെ ഒരു കുട്ടിയും സംസാരിക്കില്ല.
ഓരോ പ്രവാചകന്മാരും സിറാത്ത് പാലത്തിൽ തങ്ങളുടെ സമുദായം കടന്നുപോയതിന്റെ ശേഷമാണ് കടന്നു പോകുന്നത്. ഉമ്മത്തിനെ കടത്തിക്കൊടുത്തിട്ടാണ് അവർ പോകുന്നത്, കടക്കാൻ പറ്റിയവരെയൊക്കെ. എന്നിട്ട് ആ സിറാത്ത് പാലത്തിന്റെ അടുത്തിങ്ങനെ നിൽക്കും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വകലാമുർ റുസുലി യൗമൈദിൻ, പ്രവാചകന്മാർക്കല്ലാതെ അവിടെ സംസാരിക്കാൻ അധികാരമില്ല. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ശരിക്കും ചിന്തിക്കണം. പ്രവാചകന്മാർ അവിടെ നിന്ന് പറയുക എന്താണെന്നറിയോ? അല്ലാഹുമ്മ സല്ലിം സല്ലിം സല്ലിം, അല്ലാഹുമ്മ സല്ലിം, പടച്ചോനെ ഈ പോകുന്ന മനുഷ്യനെ നീ രക്ഷപ്പെടുത്തണമല്ലാ, ഇതെന്റെ ഉമ്മത്തിയാൻ, അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം എന്നാണ് പ്രവാചകന്മാർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി തങ്ങൾ പറയുന്നു, വകലാമുർ റുസുലി യൗമൈദിൻ അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നിവരിങ്ങനെ നിന്ന് പറയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളൊക്കെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽ ഒരൊറ്റ കുട്ടിയെയും നബി തങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കില്ല, ഉറപ്പാണ്. പക്ഷേ ഞാനും നിങ്ങളും കടന്നു പോകുമ്പം ദാ ഈ പ്രസംഗിക്കുന്ന എനിക്ക് ആ പാലം കടക്കണം, നിങ്ങൾക്ക് ആ പാലം കടക്കണം. ഈ നാട്ടിൽ എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ പാലം കടക്കണം. സജ്ജനങ്ങൾ, അവർക്ക് ഈ കാര്യത്തിൽ ബേജാറില്ല. അങ്ങനെ ആ പാലം കടക്കുമ്പം ഉറപ്പാണ് ഞാൻ ചിന്തിക്കണമല്ലോ, പാവപ്പെട്ട ഞാനും ആ പാലത്തിന്റെ അടുത്തെത്തും. എന്റെ ഹബീബ് എന്നെ നോക്കി പറയും, അല്ലാഹുമ്മ സല്ലിം സല്ലിം. എന്നാൽ ഇങ്ങനെ ഹബീബ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാൻ മാത്രമുള്ള അമലുകൾ എന്റെ കയ്യിലുണ്ടോ? ഹബീബ് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. പടച്ചോനെ രക്ഷിക്കണേ രക്ഷിക്കണേ. ആ പാലം കടക്കണമെന്ന ചിന്ത ഒരാളുടെ തലക്കു പിടിച്ചാൽ പിന്നെ അയാൾ അനീതി ചെയ്യില്ല, അയാൾ അതിക്രമം കാണിക്കില്ല, അയാൾ ഒരിക്കലും നിയമപരിധികൾ ലംഘിക്കുകയില്ല. അതാണല്ലോ ഇപ്പൊ ഇവിടെയുള്ള കുഴപ്പം. ഇവിടെ ഇപ്പൊ മനുഷ്യർക്കുള്ള ആകെയുള്ള കുഴപ്പം എന്താ? പാലം കടക്കണം എന്നുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. പാലം കടക്കണം എന്ന് തലക്കു പിടിച്ച ഒരാൾ തെറ്റ് ചെയ്യോ? ഇല്ല. ഇത് തലക്കു പിടിച്ചു കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ കുടുങ്ങിയത്. പാലം കടക്കണമെന്ന ബോധം നമുക്കില്ല. ഇത് വല്ലാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുകയാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ ജഹന്നമ കലാലീബ് മിസ്ലു ഷൗക്കി സുഅദാൻ, സുഅദാൻ വൃക്ഷത്തിന്റെ മുള്ള് പോലെയുള്ള കൊളുത്തുകൾ ആ ജഹന്നമിലുണ്ട്. സിറാത്ത് പാലത്തിന്റെ അറ്റത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മൾ കയറിപ്പോകുമ്പം, നടന്നിങ്ങനെ പോകുമ്പം പറ്റാത്തവരാണോ കൊള്ളാത്തവരാണോ നരകക്കുണ്ടിലേക്ക് ആപ്പതിക്കേണ്ടവരാണോ, ആ കൊളുത്ത് ഉയർന്നിങ്ങനെ വരുന്നു. കാലിന് കൊളുത്തിയിട്ടൊരൊറ്റ വലിയാൻ ചെന്ന് വീഴുന്നത് എങ്ങോട്ടാ? വമാമൻ ഖഫ്ഫതു മവാസിനുഹു ഫഉമ്മുഹു ഹാവിയാ. സൽക്കർമ്മങ്ങൾ നന്നേ കുറഞ്ഞ മനുഷ്യൻ, സൽക്കർമ്മങ്ങൾ വളരെ കുറവുള്ള മനുഷ്യൻ, ഫഉമ്മുഹു ഹാവിയാ, അവനെ താരാട്ട് പാടി ഉറക്കുന്ന അവന്റെ മാതാവ്, അവന് ഉമ്മ വെക്കാനുള്ളത്, അവന് പാട്ടുപാടി കൊടുക്കാനുള്ളത് ആരാണെന്നറിയോ? അവനെ താരാട്ട് പാടി ഉറക്കാനുള്ളത് ഫഉമ്മുഹു ഹാവിയാ, ആഴമുള്ള നരകമാണ്. അവന്റെ അഭയകേന്ദ്രം നരകമാണ്. അഭയകേന്ദ്രത്തെക്കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചത് ഉമ്മുഹു എന്നാണ്. എന്തേ ഈ ഉമ്മുഹു എന്ന പദം പ്രയോഗിക്കാൻ കാരണം? മഹാന്മാര് പറഞ്ഞു, ഉമ്മ എന്ന് പറയുമ്പം ഓമനിക്കുന്ന ഉമ്മയെ, താരാട്ടുപാടി ഉറക്കുന്ന ഉമ്മയെ, ഉമ്മ വെക്കുന്ന ഉമ്മയെ, നിന്നെ കളിപ്പിക്കുന്ന ഉമ്മയെ, ഇതൊക്കെയല്ലേ നിനക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ, അതിന്റെ ബാക്കി ഭാഗം കേൾക്കുമ്പോഴാണ് പ്രതീക്ഷ നൽകി ചടപ്പിക്കുന്ന ഏർപ്പാടാണിത്. ഫഉമ്മുഹു ഹാവിയ, ആഴമുള്ള നരകമാണ്. വമാ അദ്റാക മാ ഹിയ, ഈ ആഴമുള്ള നരകം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? നാറുൻ ഹമിയാ, ചുട്ടുപൊള്ളുന്ന തീയാണ് കേട്ടോ. അത് അന്നലെ പറഞ്ഞ നരകം. ഇന്ന് നമ്മൾ പറയണ്ട, ഇന്നലെ പറഞ്ഞത് കൂട്ടി വായിച്ചു. വൈദാ റഅതുഹും മിൻ മകാനിൻ ബഈദ് പറഞ്ഞല്ലോ, അത് കൂട്ടിയിട്ട് വായിക്കും. ആ ഗൗരവമുള്ള നരകത്തിലേക്കാണ് ചൊല്ലുമ്പോ അവിടെ നല്ല പാട്ടുണ്ടാവും, താരാട്ട് പാടും. സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ, നരകത്തിന്റെ ഇരമ്പക്കവും അലറലും, അതാണ് ഈ താരാട്ട്. ഒട്ടും സുഖകരമായിരിക്കില്ല. നരകത്തിന്റെ താരാട്ടു കേൾക്കാൻ സുഖമുള്ളതല്ല. ശരിക്കും ചിന്തിച്ചോ, നരകം നമ്മളെ
ശരിക്കും ഉമ്മ വെക്കുന്നുണ്ട്, നമ്മളെ ഓമനിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊട്ടും സുഖകരമല്ല. ചുട്ടുപൊള്ളുന്ന തീയുകൊണ്ടാണ്, കരിഞ്ഞ് കരിക്കട്ടയാകുന്ന തീ കൊണ്ടാണ്. പടച്ചവനെ, വല്ലാത്ത അദാബാണ്. റബ്ബേ, ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട്, ഹബീബിന്റെ ബർക്കത്തുകൊണ്ട്, ഇമാം ബുസീരിയുടെ ബർക്കത്തുകൊണ്ട്, റബ്ബേ ഈ വചനങ്ങളുടെ ബർക്കത്തുകൊണ്ട്, ഞങ്ങളിവിടെ ഓതുന്ന ഖുർആനിക വചനങ്ങളുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ സിറാത്ത് പാലത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. അങ്ങനെ ഈ കലാലീബ്, കൊളുത്തു ചങ്ങലകൾ, ഈ കൊളുത്തുകൾ കേറി വരും. നബി തങ്ങൾ ചോദിച്ചു, സുഴുദാൻ വൃക്ഷത്തിന്റെ മുള്ള് നിങ്ങൾ കണ്ടിട്ടില്ലേ? സങ്കീർണമായ മുള്ളാണ് എന്ന് പറഞ്ഞ് നബി തങ്ങൾ ചോദിച്ചു, ഹൽ റഅയ്തും ഷൗക സുഴുദാൻ? ഖാലൂ നഅം. അത് പറഞ്ഞു, അതെ അതെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് നബിയെ. ഖാല, നബി പറഞ്ഞു, എന്നാൽ അതുപോലെ തന്നെയാണ് നരകത്തിലെ കൊളുത്തുകൾ. പക്ഷേ ഒരു കാര്യം, ഗൈറ ഫഇന്നഹാ മിസ്ലു ഷൗക്കി സുഴുദാൻ ഗൈറ അന്നഹു ലാ യഅലമു ഖദ്റ ഇളമിഹാ ഇല്ലല്ലാഹ്. ഒരു ചെറിയ മാറ്റമുണ്ട്. ആ കൊളുത്തുകളുടെ വലുപ്പം സുഴുദാൻ വൃക്ഷത്തിലെ മുള്ളു പോലെയാണെന്ന് മനസ്സിലാക്കേണ്ട. അതിന്റെ രൂപമാണ് ഞാൻ പറഞ്ഞത്. ആ രൂപത്തിൽ സങ്കീർണമായ കൊളുത്തുകളാണ്. എവിടെ തൊട്ടാലും അത് ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാത്ത ഒരു തരം സങ്കീർണമായ മുള്ളാണ്. എന്നാൽ ഇതിന്റെ വലുപ്പം അതായിരിക്കോ? അല്ല. ഇത്രയും വലിയ നരകത്തിലും സിറാത്ത് പാലത്തിലും ഘടിപ്പിച്ചിരിക്കുന്ന ഈ കൊളുത്തുകൾ, അതിന്റെ വലുപ്പം എത്രയെന്ന് ഇല്ലല്ലാഹ്, പടച്ചോനല്ലാതെ അറിയൂല. ലാ യഅലമു ഖദ്റ ഇളമിഹാ ഇല്ലല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അപ്പൊ അത്രയും വലിയ കൊളുത്തുകളുള്ള നരകത്തിന്റെ മീതെ ഇവൻ കടക്കണം. അമലുകളുടെ തോതനുസരിച്ച് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ആ പാലത്തിലൂടെ വിട്ടുകിടക്കാനും വീഴാനും ഒക്കെ ഉള്ള ഭാഗ്യവും ദൗർഭാഗ്യവും ഒക്കെ ഉണ്ടാവും. അല്ലാഹു തആല നമ്മെ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മെ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. ഇത് നല്ല വിഷമുള്ള ഒരു കാര്യമാണ്. സിറാത്ത് പാലം കടക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമമുള്ള ഒരു സംഗതി തന്നെയാണ്. സിറാത്ത് പാലം കടക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സിറാത്ത് പാലത്തിലൂടെ മനുഷ്യർ നടന്നു പോകുന്ന ചിത്രം, ആ സിറാത്ത് പാലത്തിലൂടെ മനുഷ്യർക്ക് നടന്നു പോകേണ്ട ചിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു പറയുന്നു. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നു, സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവനെ പിടിച്ചു വെക്കും. സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുമ്പം അതാ അവനെ പിടിക്കുകയും അതുപോലെ തന്നെ ഈ കൊളുത്തുകൊണ്ട് വലിച്ച് നരകത്തിലേക്ക് തള്ളിയിടുകയും വീഴ്ത്തുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ആ സിറാത്ത് പാലത്തിലൂടെ കടക്കാനുള്ള വിഷമം കേട്ടോ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫിഹാ ذلك هو الفوز العظيم يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم قيل ارجعوا وراءكم فالتمسوا نورا فضرب بينهم بسور له باب باطنه فيه الرحمة وظاهره من قبله العذاب ينادونهم ألم نكن معكم قالوا بلى ولكنكم فتنتم أنفسكم وتربصتم وارتبتم وغرتكم الأماني حتى جاء أمر الله وغركم بالله الغرور. പഠിച്ചോനെ, ആ വാക്കുകൾ ആർക്കെങ്കിലും തലയെ കയറി കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ സദസ്സ് നമുക്ക് മുതലായി ഉപകാരപ്പെടും. അല്ലാഹു തആല കുറഞ്ഞ ആളുകൾക്കെങ്കിലും, എല്ലാവരും കൂടെ എന്തായാലും ഒരു പ്രസംഗം കേട്ടാൽ മാറ്റം വരില്ല. കുറച്ച് ആളുകൾക്കെങ്കിലും പോരാ, നല്ല ഒരു ശതമാനം ആളുകൾക്ക് മാറാൻ കഴിയണം. പഠിച്ചോനെ, ഞങ്ങളെ മുഴുവനും ഈ പ്രസംഗം കേൾക്കുമ്പോൾ, നിന്റെ പൊള്ളുന്ന ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യൗമ തറൽ മുജ്രിമീന യൗമ തറൽ മുഅ്മിനീൻ. നബിയെ, നിങ്ങൾ വിശ്വാസികളെ കാണുന്ന ദിവസം, വൽ മുഅ്മിനാത്ത് വിശ്വാസിനികളെയും നിങ്ങൾ കാണും. യസ്ആ നൂറുഹും അവർക്കുള്ള പ്രകാശം ഓടി നടക്കും. യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം അവരുടെ മുമ്പിൽ പ്രകാശമുണ്ടാകും.
അവരുടെ വലതുഭാഗങ്ങളിൽ ആ പ്രകാശമുണ്ടാകും. ബുശ്റാകുമുൽ യൗം, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കാണ് ഇന്ന് സുവിശേഷം അറിയിക്കാനുള്ളത്. സന്തോഷം നിങ്ങൾക്കാണ് കേട്ടോ. ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങൾക്ക് നൽകാനുള്ള സുവിശേഷം താഴ്ഭാഗത്തിലൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗങ്ങളെ കുറിച്ചാണ്. ഖാലിദീന ഫിഹാ, ആ സ്വർഗത്തിൽ നിങ്ങൾക്ക് ശാശ്വതമായി കഴിഞ്ഞുകൂടാം. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതേറ്റവും വലിയ വിജയമാണ്. ഏത്? സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ. കാരണം എന്തുകൊണ്ട്? നമ്മൾ ആദ്യത്തെ ദിവസമോ ഫസ്റ്റ് ദിവസം നമ്മൾ പറഞ്ഞില്ലേ, ആലോചിക്കുക, ഒരു റഹ്മത്താണ് ഭൂമിയിൽ നമ്മൾ ഈ കാണുന്ന ടിപ് ടോപ്പുകൾ മുഴുവൻ. ഒരു റഹ്മത്തിന്റെ ഭാഗം, ഒരംശം. ഇനി 99 അള്ളാഹു പുറത്തെടുത്ത് നമ്മളെ സുഖിപ്പിക്കാൻ നിൽക്കുന്നത് സ്വർഗത്തിലാണ്. ഇന്നലില്ലാഹി മിഅത റഹ്മ, അതിലൊന്ന് മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. അതിനാണ് നമ്മുടെ ഈ കൊള്ളും കൊലയും അതുപോലെ തന്നെ നമ്മുടെ ഈ മുഴുവൻ തോന്നിവാസങ്ങളും വൃത്തികേടുകളും നാം ചെയ്തു കൂട്ടുന്നത്. ഈ ഒരു റഹ്മത്ത് എങ്ങനെയെങ്കിലും സന്തോഷകരമായ രൂപത്തിലാക്കാൻ 99 മറന്നിട്ടാണ് നമ്മളെ കളിയിൽ. ഏതാവട്ടെ, അപ്പോ ഈ സ്വർഗം കിട്ടിയാൽ നിങ്ങൾ വിജയിച്ചു. ആരോടാ പറയുന്നത്? ഈമാനുള്ള വിശ്വാസത്തിനനുസരിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുന്ന ടീമിനുള്ള അവസ്ഥയാണ്. ഓൽക്ക് ഓടി അങ്ങോട്ട് പോകാം, നടന്നങ്ങോട്ട് പോകാം, മിന്നെറിയും പോലെ പോകാം. ഉദുഹിയത്തറുത്ത് നേരത്തെ റെഡിയായി നിൽക്കുന്നത് അവരറുത്ത ഉദുഹിയത്ത് ആ മൃഗത്തിന്റെ വാഹനപ്പുറത്ത് അങ്ങോട്ട് ഓടാം. അങ്ങനെയൊക്കെയാണ് സിറാത്ത് പാലത്തിന്റെ അടുത്തുള്ള കഥകൾ. ആ പാലം കടക്കാൻ ഹൈസ്പീഡിൽ കടക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവർ നല്ല അധ്വാനിക്കേണ്ടി വരും. കാരണം ഭൂമിയിൽ നമ്മുടെ യാത്ര സുഖകരമാകുന്തോറും നമുക്ക് അധ്വാനം ഉണ്ടാവും. അങ്ങനെയാണ് അനുഭവം. അധ്വാനം ഉണ്ടാവും. അധ്വാനവും മുടക്കും വർദ്ധിക്കുമ്പോഴേ യാത്ര സുഖകരാവൂ. അപ്പൊ സിറാത്ത് പാലത്തിലെ യാത്ര സുഖകരാകണോ? ഇവിടുന്ന് നന്നായി അധ്വാനിക്കണം, നല്ല മുടക്കും ഉണ്ടാവും. കാൽനടയായിട്ട് നമുക്കൊരു വിഷയത്തിന് വേണമെങ്കിൽ ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം, കാൽനടയായിട്ട് പോകാം. പക്ഷെ കാൽനടയായിട്ട് ആ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോഴേക്ക് നമ്മുടെ കാല് പൊട്ടി, മുട്ട് വേദനിച്ച്, ശരീരങ്ങളിൽ മുഴുവനും വേദന, എല്ലാ സന്ധികളിലും വേദനയാണ്, വല്ലാതെ വിഷമിക്കും. കാൽനടയായി ഇവിടുന്ന് കോഴിക്കോട് വരെ പോകുക എന്ന് സങ്കല്പിക്കാൻ കഴിയില്ല. പണ്ട് നടന്നായിരുന്നു ഹജ്ജിന് പോയിരുന്നത്. ഇനി നമുക്ക് കോഴിക്കോട്ടേക്ക് പോകുന്നത് സങ്കല്പിക്കാൻ കഴിയില്ല. എന്തിന് കോഴിക്കോട്ടേക്ക് പോകുന്നത്? നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിലേക്കൊന്ന് പോകാൻ പറഞ്ഞാൽ, അവിടെയും വാഹനമല്ലാതെ നടന്നു പോകാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയാണ്. അപ്പൊ ഏതാവട്ടെ, നടന്നു പോയാൽ നല്ല വിഷമം, ശാരീരിക വിഷമം നന്നായി അനുഭവിക്കേണ്ടി വരും. എന്നാലോ നടന്നു പോയാലുള്ള അവസ്ഥ അതാണ്. കുറേ സമയം പിടിക്കും എത്താൻ. ശാരീരിക വിഷമം ഇവന് ധാരാളം ഉണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, യാത്ര ക്ലേശകരമായിരിക്കും. എന്നാൽ ഒന്നും കൂടെ, ഒട്ടകം, കഴുത, കുതിര ഇത്തരം വാഹനപ്പുറത്താ പോകുന്നതെങ്കിലോ അത്ര തന്നെ വിഷമം സഹിക്കേണ്ടി വരില്ല. അത്ര തന്നെ വിഷമം ആ വിഷയത്തിൽ സഹിക്കേണ്ടി വരില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല നമുക്ക് വാഹനങ്ങൾ സൗകര്യപ്പെടുത്തി തന്നത്. വാഹനങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ യാത്രാക്ലേശങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു തആല പ്രത്യേകം പറയുന്നതും കാണാം. വാഹനങ്ങൾ ഒരുക്കി തന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് കാണാം. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞു, വതഹ്മിലു അസ്ഖാലകും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശഖിൽ അൻഫുസ്. ആ വാഹനങ്ങൾ നിങ്ങളുടെ ലോഡും വഹിച്ചു പോകും. ഒട്ടകപ്പുറത്ത് നിങ്ങൾക്ക് എത്രയും ലോഡ് വെച്ചു കൊടുക്കാതെ അങ്ങനെ കൊണ്ടുപോയിക്കോളും. എങ്ങോട്ട്? ഇലാ ബലദിൻ, അങ്ങകലെയുള്ള ഒരു നാട്ടിലേക്ക്. ലം തകൂനു ബാലിഗീഹി, ആ ചുമടൊക്കെയാണ് മാറ്റിവെക്ക്. നിങ്ങൾക്ക് ആ നാട്ടിൽ എത്താൻ കഴിയില്ലായിരുന്നു. ഇല്ലാ ബിശഖിൽ അൻഫുസീൻ, അതൊന്നും കൊണ്ടാകാതെ നിങ്ങൾ സ്വന്തം നാട്ടിലൊന്ന് എത്തണം. ഫ്രീ ആയിട്ട് നടന്നു പോകുകയാണെങ്കിൽ ഇല്ലാ ബിശഖിൽ അൻഫുസീൻ, നിങ്ങളെ ശരീരങ്ങൾ കടുത്ത ക്ലേശം അനുഭവിക്കേണ്ടി വരും, എന്നെങ്കിലും എത്താൻ കഴിയില്ല. അങ്ങനത്തെ നാട്ടിലേക്ക് നിങ്ങളെ വലിയ വലിയ ചരക്കുകൾ വഹിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്കും ഞാൻ മൃഗങ്ങളെ വാഹനങ്ങളായി ഒരുക്കി തന്നു. വതഹ്മിലു അസ്ഖാലകും ഇലാ ബലദിൻ ലം തകൂനു ബാലിഗീഹി ഇല്ലാ ബിശഖിൽ അൻഫുസ് ഇന്ന റബ്ബകും ലറഊഫുർ റഹീം. നിങ്ങളെ റബ്ബ് നിങ്ങളോട് കരുണയുള്ളവനായതുകൊണ്ടാണ്, സ്നേഹമുള്ളവനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്.
എന്നിട്ട് ആ ഒരുക്കി കൊടുത്ത വാഹന സൗകര്യം അല്ലാഹു പറഞ്ഞു വൽ ഖൈല വൽ ബിഗാല വൽ ഹമീർ ലിതർകബൂഹാ വസീന വയഖ്ലുഖു മാ ലാ തഅലമൂൻ. പടച്ച റബ്ബ് പറയുന്നു, കുതിര, കോവർ കഴുത ഇത്തരം വാഹനങ്ങളൊക്കെ ഒരുക്കി തന്നു. അന്ന് അറബികളോട് സംവദിക്കുമ്പോ അവർക്ക് പരിചയമുള്ള വാഹനങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. അതിനെ ഏറ്റവും സ്പീഡ് കൂടിയത് കണ്ടില്ല നിങ്ങൾ, മുന്തിയ വാഹനമാണ് ആദ്യം പറഞ്ഞത്, കുതിര. പിന്നെ പറഞ്ഞു കോവർ കഴുത, പിന്നെ കഴുത. കാരണം കോവർ കഴുത എന്ന് പറഞ്ഞാൽ എന്താ, കുതിരയും കഴുതയും കൂടെ ബന്ധപ്പെട്ടുണ്ടാകുന്ന സങ്കര ഇനമാണ് ഈ കോവർ കഴുത. അപ്പൊ അതിനെ നടുവിലാ വെച്ചത്. കാരണം എന്താ, കുതിരന്റെ അത്ര ഉഷാറുണ്ടാവില്ല, എന്നാ കഴുതന്റെ അത്ര വലിച്ചുണ്ടാവില്ല. അതിന് അത് രണ്ടും ഇല്ലാത്തൊരു മീഡിയം സൈസ് ആയിരിക്കും. കുതിര, കോവർ കഴുത, അതേ രൂപത്തിൽ. നമ്മൾ കാറ്, ജീപ്പ്, ഓട്ടോറിക്ഷ എന്നൊക്കെ പറയും പോലെ ആ രൂപത്തിലാണ് അത് സംസാരിച്ചത്. വൽ ഖൈല വൽ ബിഗാല വൽ ഹമീർ ലിതർകബൂഹാ വസീന. എന്തിനാ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുക്കി തന്നത്? നിങ്ങൾക്കതിൽ സുഖമായി യാത്ര ചെയ്യാൻ, നിങ്ങൾക്കത് വാഹനമായി ഉപയോഗിക്കാൻ. വസീന മാത്രമല്ല, അലങ്കാരത്തിന് വേണ്ടിയും നിങ്ങൾ അതുകൊണ്ട് അലങ്കരിക്കാൻ വേണ്ടി എന്നുള്ള പറഞ്ഞിട്ടില്ല. വസീനത്തൻ, ആ പറഞ്ഞ വാക്കിൽ തന്നെ കുറെ ഇതൊക്കെ പറയുമ്പോഴേക്ക് നമുക്ക് സമയം വൈകിപ്പോകും. കാരണം ഇതൊക്കെ ഖുർആൻ വിശദീകരിക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങളാ. വസീനത്തൻ കണ്ടോ, നിങ്ങൾ ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ അലങ്കാരം ചാർത്താൻ വേണ്ടി എന്ന ഒരു ശൈലിയിൽ അല്ലാഹ് സംസാരിച്ചിട്ടില്ല. മനുഷ്യർ ലിതർകബൂഹ എന്ന് പറഞ്ഞ സ്വരത്തിലല്ല വസീനത്ത് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? വാഹനം കയറാനാണ് ഇത് സൃഷ്ടിച്ചു തന്നത്. പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ ചിലർ അത് അലങ്കാരമാക്കി മാറ്റാറുണ്ട്. ഒരാൾക്കൊരു കാറേ വേണ്ടതുള്ളൂ യാത്ര ചെയ്യാൻ, യാത്ര ചെയ്യാൻ. എന്നാൽ അയാളെ വീട്ടുമുറ്റത്ത് 3ഉം 4ഉം അടിപൊളി കാറുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്തിന്? പ്രൗഢിക്ക് വേണ്ടി. വസീനത്തൻ, ഇത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ എണ്ണിയത് കാണാം. വാഹനം യാത്ര ചെയ്യുക എന്നതിലുപരി പ്രൗഢിക്കും അന്തസ്സിനും വേണ്ടി വാഹനങ്ങൾ നിർത്തിയിടുക. ഇന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ചെന്നാൽ അറബികളുടെ വീട്ടിൽ നിരന്തരം കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണിത്. ഏതാവട്ടെ, എന്നിട്ട് ഖുർആൻ അവിടെ ഒരു പ്രവചനവും കൂടെ കൂട്ടിവെക്കുന്നു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്ത എത്ര വാഹനങ്ങൾ ഇനി അള്ളാഹു പടക്കാൻ പോകുന്നു. അന്ന് പറഞ്ഞു അറബികളോട് വയഖ്ലുഖു മാ ലാ തഅലമൂൻ. ഇന്ന് എന്തെല്ലാം അത്യത്ഭുതകരമായ വാഹനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അതിൽപ്പെട്ടു. വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത തരത്തിലുള്ള യന്ത്രക്കപ്പലുകളും അതുപോലെ തന്നെ വിമാനങ്ങളും അതുപോലെ നിരത്തിലോടുന്ന ധാരാളം ആധുനിക വണ്ടികൾ പിൽക്കാലത്ത്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള വണ്ടികൾ പിൽക്കാലത്ത് സൃഷ്ടിക്കാൻ പോകുന്നുണ്ട്. അല്ലാഹു തആല പറഞ്ഞു വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വാഹനങ്ങൾ നമ്മുടെ യാത്രാക്ലേശം കുറക്കാനാണ് എന്ന് ആ ആയത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം നടന്നു പോകുന്നതിലേറെ അയാൾക്ക് സന്തോഷമായിരിക്കും ബസ്സിന് പോയാൽ, കുറച്ചും കൂടെ നേരത്തെ എത്താം. എന്നാൽ അതിലും ഏതുണ്ടാകും? യാത്രാക്ലേശങ്ങൾ കുറച്ചൊക്കെ അനുഭവിക്കേണ്ടി വരും, തിരക്ക് അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല കണ്ടക്ടറെ കിളിയുടെ ഒക്കെ തട്ടിക്കയറൽ, അതൊക്കെ കുറെ കേൾക്കേണ്ടി വരും, കുറെ സഹിക്കേണ്ടി വരും ചുരുക്കത്തിൽ ബസ്സിലായാലും. എന്നാലും നടന്നു പോകുന്ന അത്രയല്ല, കുറച്ചും കൂടെ ചെലവുണ്ട്. നടന്നു പോകാൻ വളരെ ചെലവില്ല, പക്ഷെ അപ്പൊ യാത്രാക്ലേശം കൂടും. കുറച്ച് കുറയുമ്പോഴേക്ക് കുറച്ച് ചെലവ് കൂടി. എന്നാലോ ഒരു വണ്ടി വിളിച്ച് ഓർഡറാക്കി പോവുകയാണെങ്കിലോ കുറെ ആരും തട്ടിക്കേറുന്നൊന്നും കേൾക്കണ്ട, തിരക്കില്ല. താൻ വിചാരിച്ചതുപോലെ സ്വതന്ത്രമായി ആയാസം പോലെ സന്തോഷത്തോടെ അവന് യാത്ര ചെയ്യാം. ഇവന്റെ സ്റ്റോപ്പിൽ തന്നെ നിർത്തിക്കൊടുക്കും, ഇവന്റെ വീട്ടുമുറ്റത്ത് തന്നെ എത്തിക്കും. ഇതൊക്കെ സൗകര്യമാണ്. അങ്ങനെ അങ്ങോട്ട് വരുന്നു. അതൊരു വിമാനയാത്രയാണെങ്കിലോ, പഴയ കാലത്ത് നടന്നുപോയി ഹജ്ജ് ചെയ്തയാളും ഇപ്പൊ വിമാനത്തിൽ പോകുന്നയാളും ആ രണ്ട് യാത്രയെ തുലനം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. എന്നാൽ വളരെ സുഖകരമാണ് ആ യാത്ര. വളരെ സുഖകരമാകും തോറും സമയം വളരെ ചുരുങ്ങും തോറും പെട്ടെന്ന് ലക്ഷ്യത്തിലെത്താൻ കഴിയുമ്പോ അതിനെന്ത് ചെയ്യണം? 2 മാസത്തെ ശമ്പളം തന്നെയാണ് നീക്കി വെക്കേണ്ടി വരും. ബസ് പോയി വരുന്ന കോഴിക്കോട് പോയി വരാൻ കഴിയില്ല. 2 മാസത്തെ ശമ്പളം തന്നെ നീക്കി വെക്കേണ്ടി വരും. അതിന് മുമ്പ് ഒരുപാട് യാത്രാ ക്ലിയറൻസുകൾ ശരിയാക്കണം, അധ്വാനമുണ്ട്. അപ്പൊ നേരത്തെ അധ്വാനിച്ചാൽ യാത്ര സുഖകരാക്കാന്നാണ് ഞാൻ പറയുന്നത്. സിറാത്ത് പാലത്തിലും ഗതി ഇതാണ്. നേരത്തെ നിസ്കരിച്ച് നോമ്പ് വെച്ച് സ്വതക്ക ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ നേരത്തെ കൊടുത്ത് റെഡിയായി ഒരുങ്ങി നിൽക്കുന്നവർക്ക് അവർക്ക് വിമാനത്ത് പോകുമ്പോൾ അങ്ങോട്ട് പോകാം. അവർക്കൊരു വിഷമം ഉണ്ടാവില്ല.
അപ്പൊ ഈ വിഷമം നമ്മൾ ശരിക്കും കണ്ടറിയണം. സിറാത്ത് പാലം അതാണ് പാലം. നമ്മളെ ജീവിതത്തിൽ പല പാലങ്ങളും നമ്മൾ കടന്നു പോന്നിട്ടുണ്ട്, ഇനിയും കടക്കാനുണ്ട്. എന്നാൽ ലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഏറ്റവും വലിയ പാലം, നാം ആ വിഷയത്തിൽ ചിന്തിച്ചു തലമുണ്ടാക്കേണ്ട പാലം ഈ പാലാണ്. പടച്ചോനെ, സിറാത്ത് പാലം അതെങ്ങനെ കടക്കും? അത് കടക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ വരുന്നത് യസ്ആനൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം. നാം ചെയ്ത അമലുകൾ പ്രകാശമായി നമ്മുടെ മുമ്പിലും വലതുഭാഗത്തൊക്കെ ഓടിക്കളിക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വിശ്വാസി കടന്നു പോകുമ്പോ അവന്റെ മുന്നിൽ നല്ല ബൾബുകൾ ഇങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ടാകും, ലൈറ്റുകൾ ഉണ്ടാവും. ബൾബുകൾ ഞാൻ കൂട്ടിച്ചേർത്തതാണ് നമുക്ക് മനസ്സിലാകാൻ. അതുപോലെ തന്നെ വലതുഭാഗത്ത് അവന്റെ സൈഡുകളിലും മുൻഭാഗത്തുമുള്ള ആ ബൾബിന്റെ ലൈറ്റ് കണ്ട് വളരെ സൂക്ഷ്മമായ പാലത്തിൽ വളരെ കൃത്യമായി അടിവെച്ച് മുന്നോട്ട് നീങ്ങുന്നു അവൻ. എന്നാലോ ആ ലൈറ്റ് കുറയും തോറും സ്പീഡ് കുറയും, നടത്തത്തിന് സ്പീഡ് കുറയും, ഓടിക്കിടക്കാൻ കഴിയില്ല. നബിതങ്ങൾ പറഞ്ഞു, ആ കൂട്ടത്തില് ഒരു സാധുവുണ്ട്. അയാളുടെ അവസ്ഥ എന്താണെന്നറിയോ? അയാൾ ധാരാളം തിന്മകൾ ചെയ്തിട്ടുണ്ട്, നന്മയും അയാൾ ചെയ്തിട്ടുണ്ട്. ആ നന്മ ഒന്ന് മുന്നിലാണ്. ആ കാരണം കൊണ്ട് അയാൾ സ്വർഗത്തിലെത്തണം. പക്ഷേ കുറെ തിന്മകൾ ചെയ്തു എന്ന കാരണം കൊണ്ട് സിറാത്ത് പാലത്തിൽ അള്ളാഹു കുറച്ച് ക്ലേശം അനുഭവിപ്പിക്കുകയാണ്. അയാളുടെ ചെറുവിരലിൽ ഒരു ബൾബ് ഇങ്ങനെ കത്തിക്കെട്ടുകൊണ്ടിരിക്കും. പ്രവാചകൻ പറയാൻ, അത് കത്തുമ്പോ അയാൾ കുറച്ച് നടക്കും, പിന്നെ അങ്ങനെ നിൽക്കാൻ അടുത്ത കത്തലിന് നടക്കാൻ. നിങ്ങൾ കണ്ടില്ലേ, കറണ്ടിന്റെ ടോർച്ച് ഉപയോഗിക്കുമ്പോ അതിലെ ചാർജ് കഴിഞ്ഞാൽ ഒരടി അടിച്ചാൽ പിന്നെ കുറെ നേരം കാത്തിരിക്കണം. എന്നാ അടുത്തടിക്ക് ഒന്നും കൂടെ തെളിയും. ആ തെളിഞ്ഞ ലൈറ്റിൽ കുറച്ചങ്ങ് നടന്നു, പിന്നെ അവിടെ കാത്തിരിക്കാൻ. ഇനി അടുത്തത് വന്നിട്ട് വേണം നടക്കണമെങ്കിൽ. ഇങ്ങനെ പോയി 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 അവസാനം അതാ സ്വർഗം അവരിങ്ങനെ കാണുകയാണ്. അങ്ങനെ കഷ്ടിച്ചു സ്വർഗത്തിലേക്ക് അങ്ങോട്ട് എത്തുന്ന മനുഷ്യന്റെ ആനന്ദത്തിന് അതിരില്ല, പരിധിയില്ല. കുറെ കഷ്ടപ്പെട്ടാണെങ്കിലും എത്തിപ്പെട്ടു. വരുന്ന വഴിക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട്. പടച്ചവനെ, ആ വിഭാഗത്തിലെങ്കിലും പെടുത്തി ഈ സാധുക്കളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ആ ലിസ്റ്റിലും കൂടെ ഉൾപ്പെടുത്താതിരിക്കരുത് റഹ്മാനെ. എന്നാലോ നന്മയും ചെയ്തിട്ടുണ്ട്, തിന്മയും ചെയ്തിട്ടുണ്ട്. ഒരു തിന്മ മുന്നിലാണ്, ഇവൻ നരകത്തിൽ കടക്കേണ്ടവനാണ്. എല്ലാം പാടെ തൂക്കി നോക്കുമ്പോൾ ഒന്ന് മുൻപിലാണ്, ഇവൻ നരകത്തിൽ കടക്കേണ്ടവനാണ്. കുറെ നന്മകളും ചെയ്തു എന്ന കാരണം കൊണ്ട് ഇവനും ഉണ്ടാവും ഇതുപോലത്തെ ഒരു ലൈറ്റ്. ഒപ്പിച്ചൊപ്പിച്ച് നടക്കും. അവസാനം സ്വർഗത്തിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നരകത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പ്, അടുത്ത കാല് സ്വർഗത്തിലേക്കാണ് എടുത്തു വെക്കുന്നത്. അപ്പോഴാണ് ഈ കലാലീബ് നമ്മൾ നേരത്തെ പറഞ്ഞ കൊളുത്ത് വന്നിട്ട് ഇവന്റെ കാലിന് കൊളുത്തിയിട്ട് നരകത്തിലേക്ക് വലിക്കുന്നത്. മഅദല്ലാ, പടച്ചോനെ ഞങ്ങളെ കാക്കണേ അല്ലാ. സാധുക്കളാണല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരു നന്മയെങ്കിലും മുമ്പിലെത്തുന്ന ഉത്തമ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ജസ്റ്റ് വിജയം നേടുന്ന ഈ വിഭാഗത്തിലെങ്കിലും ഞങ്ങളെ പെടുത്തി തരണേ റഹ്മാനെ. ഇത് നല്ല ബേജാറുള്ള കാര്യമാണ്. സിറാത്ത് പാലം കടക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പൊ ഇതാണ് എന്നിട്ട് പറയുന്നു, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്. അന്ന് മുനാഫിക്കുകളും മുനാഫിക്കാത്തുകളും പറയും, ഏത് മുഅ്മിനീങ്ങൾ ഇങ്ങനെ കടന്നു പോകൂലേ, അപ്പൊ അമലില്ലാത്ത കക്ഷി ഞാനും മാപ്പിളയാണ് എന്ന് പറഞ്ഞു. ഒരു ഈമാനിന്റെ ഒരു സ്വഭാവവും അവന്റെ ശരീരത്തിൽ അവന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാനും മുസ്ലിം പെണ്ണാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അവൾ തലമറച്ചിട്ടില്ല, അവൾ മാറുമറച്ചിട്ടില്ല. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതിയിട്ടില്ല. ആ ചെറുപ്പക്കാരൻ ഞെരിയാണിയുടെ മുകളിൽ പാൻസ് ധരിക്കാൻ ശ്രമിച്ചിട്ടില്ല, തുണി പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് മാത്രം എപ്പോഴും അവൻ അശ്ലീല ഗാനങ്ങളും ചിത്രങ്ങളും അശ്ലീലതയുമായി കഴിഞ്ഞുകൂടുകയാണ്. ഇവൻ എപ്പോഴും ക്ലബ്ബുകളും അതുപോലെ തന്നെ അശ്ലീല കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യൻ അവിടെ ഉണ്ടാകും. അവനിതാ നല്ല നിലയ്ക്ക് ഇവിടെ പ്രവർത്തിച്ചിരുന്ന, ഇവൻ കളിയാക്കിയിരുന്ന മുഅ്മിനീങ്ങൾ അവർ കടന്നു പോകുമ്പോ അവരെ വിളിക്കും, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്. ഞാനും മാപ്പിളയാണെന്ന് പറഞ്ഞ് കാപട്യം പേറി നടന്നിരുന്ന, മരിക്കണമെന്ന് പറയുമ്പോ സിറാത്ത് പാലം വരും, മോനെ പാലം കടക്കണമെന്ന ബോധമില്ലേ എന്ന് ചോദിക്കുമ്പോ എന്ത് പാലം, അതൊക്കെ മരിച്ചിട്ടല്ലേ, ദുനിയാവ് സ്വർഗമാക്കണമെന്നല്ലാതെ എന്തു എന്ന് ചോദിച്ചവൻ അവൻ അവിടെ വെച്ച് മുഅ്മിനീങ്ങൾ ഇങ്ങനെ ഓടിക്കടക്കുന്നത് കാണുമ്പോ അവൻ പറയും, എടോ എന്റെ അയൽക്കാരനാ നടന്നു പോകുന്നത്, ജഅഫറുണ്ട് പോകുന്നത്, ഞാൻ കാണുന്നു, ഞാൻ പിന്നിലാണ്, ഇവരൊക്കെ കടന്നിട്ടേ എനിക്ക് കടക്കാൻ അവസരമുള്ളൂ.
അപ്പൊ ഞാൻ വിളിക്കാണ്, മോനെ ജഅഫറേ ഉൻദുറൂനാ, എന്റെ ചേട്ടന്മാരുണ്ട്, എന്റെ അനുജന്മാരുണ്ട്, എന്റെ ഉസ്താദുമാരുണ്ട്, കടന്നു പോകുന്നു. ഞാൻ വിളിക്കുന്നു, ഉൻദുറൂനാ, നമ്മളെ ഒന്ന് വെയിറ്റ് ചെയ്യോ, നമ്മളെ ഒന്ന് കാത്തു നിൽക്കോ. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളെ ലൈറ്റ് കണ്ട്, നിങ്ങളെ പ്രകാശം കണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോരാനാണ്. ഞങ്ങൾക്ക് കൂരിരുട്ടാൻ, ഈ പാലം കടക്കാൻ കഴിയുന്നില്ല. അങ്ങകലെ നമ്മൾ അങ്ങാടിയിൽ വന്ന് വണ്ടി ഇറങ്ങി, അർദ്ധരാത്രിയാണ്, ലാസ്റ്റ് ബസ്സിന് വന്നു. ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ ഒരു മെഴുകുതിരി പോലും കയ്യിലില്ല. എന്താ ചെയ്യാം എന്ന് കരുതി നമ്മൾ ബേജാറായി സ്റ്റോപ്പിൽ ബസ് ഇറങ്ങുമ്പോഴാണ് നമുക്ക് പോകേണ്ട ഇടവഴിയിലൂടെ ഏകദേശം നമ്മുടെ വീട്ടിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഒരാൾ ടോർച്ച് അടിച്ചു പോകുന്നു. നമ്മൾ വിളിക്കുന്നു കൈയടിച്ച്, എടാ സുഹൃത്തെ സുഹൃത്തെ ഒന്ന് സഹകരിക്കുന്നു, നീട്ടിയടിക്ക്. അവൻ അതേ രൂപത്തിൽ നമ്മളോട് സഹകരിക്കുമ്പോൾ നമുക്ക് ലൈറ്റ് തെളിയിച്ചു തരുമ്പോൾ നമ്മളാ ലൈറ്റും കണ്ട് നമ്മളങ്ങനെ നടന്നു പോവുകയാണ്. നമുക്ക് സുഖമായി ലക്ഷ്യത്തിലെത്താം, ഭീതിയില്ല, അപകടങ്ങളില്ല. ഇങ്ങനെ സിറാത്ത് പാലത്തിൽ നിന്ന് വിളിക്കുമ്പം ദാ ഇവിടെ തിരിഞ്ഞു നോക്കിയവരൊന്നും തിരിഞ്ഞു നോക്കില്ല, തിരിച്ചു ലൈറ്റ് അടിച്ചു തരില്ല. കാരണം ഓരോരുത്തരും അവനവന്റെ കാര്യത്തിൽ ബേജാറിലാണ്. അപ്പൊ ഇവർക്ക് മറുപടി കിട്ടുകയാണ്, നിങ്ങൾ നിങ്ങളെ പിന്നാലെ പോയി നോക്ക്, അങ്ങോട്ട് മടങ്ങിച്ചെല്ല്, ഞങ്ങളെ കൂടെ ഓടണ്ട, ഞങ്ങൾക്ക് കഷ്ടിച്ച് രക്ഷപ്പെടാനുള്ളതേ ഉള്ളൂ. ഇർജിഉ വറാഅക്കും, പിന്നാലെ പോയി നോക്ക്. ഫൽതമിസൂ നൂറാ, ലൈറ്റ് വിതരണം ചെയ്യുന്ന കൗണ്ടർ അവിടെയുണ്ട്, ഞങ്ങൾക്ക് ലൈറ്റ് തന്നത് അവിടെ നിന്നാണ്, അവിടെ ചെന്ന് ലൈറ്റ് ചോദിച്ചോ എന്ന് പറയുമ്പോഴേക്ക് ഫദുരിബ ബൈനഹും ബിസൂരിൻ ലഹു ബാബുൻ ബാത്തിനുഹു ഫീഹി റഹ്മാ വദാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. അതോട് കൂടെ ഈ രണ്ടു വിഭാഗത്തിന്റെ ഇടയിലും ശക്തമായ ഒരു കർട്ടൻ വീണ് കഴിഞ്ഞു, ഒരു ചുമര് സ്ഥാപിച്ചു കഴിഞ്ഞു. സുഹൃത്തെ, ഏറ്റവും ചുരുങ്ങിയത് കളിയാക്കാൻ പോകണ്ട, അത് നമുക്ക് അപകടം ചെയ്യും. അതിൽ നിന്ന് മാറി നിൽക്ക്. എന്നിട്ട് നീയും ഒരു താടി വെക്കാൻ നോക്ക്, നീയും റസൂലുള്ളാഹിയുടെ സുന്നത്തെടുക്കാൻ നോക്ക്. പരമാവധി അമലുകൾ ചെയ്ത് സിറാത്ത് പാലം കടക്കാനുള്ള വകുപ്പുണ്ടാക്കി വെച്ച ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഈ അടിപൊളിയൊന്നും ഉണ്ടാകില്ല കേട്ടോ. സിറാത്ത് പാലത്തിൽ വലയും, ശരിക്കും വലയും. അതുകൊണ്ട് ശരിക്ക് ചിന്തിച്ചോ, ഇവിടുന്ന് തന്നെ ചിന്തിച്ചോ. അപ്പൊ ഇവര് വിളിക്കാണ്, ഇങ്ങൻ വീണു, മറ വീണു, കാണുന്നില്ല. അപ്പൊ മറയുടെ അപ്പുറത്തേക്ക് അതാ ഒരു നീണ്ട വിളി, യുനാദൂനഹും അലം നകും മഅകും. ഇവരവരെ വിളിക്കും, എടോ ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ, നമ്മൾ ഒരേ ഭൂമിയിലായിരുന്നില്ലേ, രണ്ടുപേരും വീട് വെച്ചത്, ഞാനും നീയും അയൽക്കാരനായിരുന്നില്ലേ, അല്ലെങ്കിൽ ഒരേ കൊടി പിടിച്ചവരായിരുന്നില്ലേ നമ്മൾ, ഒരേ സംഘടനയിൽ പ്രവർത്തിച്ചവരായിരുന്നില്ലേ നമ്മൾ, എന്താ നീ എന്നെ മൈൻഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ പടച്ച റബ്ബിന്റെ മറുപടി കേട്ടോ. ഇവരുടെ മറുപടി, ഈ മോമിനീങ്ങൾ തിരിച്ചു മറക്കപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പറയും, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഖാലൂ ബലാ, അവര് പറയും അതൊക്കെ ശരിയാ, നമ്മൾ ഒരു സംഘടനയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്, ഒരു കുടുംബത്തിലാണ്, ജ്യേഷ്ഠനാണ്, അനുജനാണ്, ഉമ്മയാണ്, ഉപ്പയാണ്. ഓർമ്മയില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഫതൻതും അൻഫുസകും വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഗറതുകുമുൽ അമാനി. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കുഴപ്പത്തിലാക്കിയത്, ഞങ്ങളെ കുറ്റം പറയേണ്ട. നിങ്ങളെ സ്വയം വഞ്ചിച്ചു, നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷകൾ അർപ്പിച്ചു, ആരൊക്കെയോ നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതി, നിങ്ങൾ അമലു ചെയ്തില്ല. വരും പോലെ വരുമെന്ന് നിങ്ങൾ കരുതി, നിങ്ങൾ കണ്ടതുപോലെ ജീവിച്ചു. നിങ്ങൾക്ക് വല്ലാത്ത സംശയമായിരുന്നു. സിറാത്ത് പാലം അതിന്റെ രൂപം പറയുമ്പോ അതിപ്പോ എങ്ങനെയാ, ഖബർ വികസിക്കും എന്ന് പറയുമ്പോ അതെങ്ങനെയാ, എല്ലാം നിനക്ക് സംശയമായിരുന്നു. ഭൂമിയിലെ അഭിലാഷങ്ങൾ നിന്നെ വഞ്ചിച്ചു കളഞ്ഞു. ഭൂമി സുഖലോക സ്വർഗമാക്കണം, അപ്പം തട്ടിപ്പും വെട്ടിപ്പും നടത്താതെ നടക്കില്ല. അപ്പോൾ പലപ്പോഴും മറ്റൊരുത്തനെ കൊല ചെയ്യുക വരെ ചെയ്തു. മറ്റൊരുത്തന്റെ അഭിമാനം നിനക്ക് പ്രശ്നമായില്ല. ഭൂമിയിൽ നീ അടിച്ചു പൊളിച്ചപ്പോ ഭൂമിയിലെ താല്പര്യങ്ങൾ നിന്നെ വഞ്ചിച്ചു മോനെ മോളെ.
പടച്ച റബ്ബിന്റെ കൽപ്പന വരുന്നത് വരെ. അപ്പോഴാ ഖിയാമത്ത് നാളുണ്ടായത്, അപ്പോഴാ നീ മരിച്ചത്, പിന്നെ പുനരുത്ഥാനം കഴിഞ്ഞു. അപ്പോഴാ എനിക്ക് നേരം വെളുത്ത്, എപ്പോഴാ എനിക്ക് നേരം പുലരുന്നത്. ഇനി നേരം വെളുത്തിട്ട് കാര്യമില്ല മോനെ, അന്ന് നോക്കേണ്ടിയിരുന്നു. അതാണ് അപ്പുറത്ത് നമുക്ക് കിട്ടുന്ന മറുപടി. അള്ളാഹു അപ്പുറത്ത് പോയി അത് പറയുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇപ്പുറത്ത് നിന്ന് ആ മറുപടി കേട്ട് വലയുന്നവരിൽ, സങ്കടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഇത് വിഷമമുള്ള കാര്യമാണ്. ഇതാണ് ഇപ്പൊ സിറാത്ത് പാലത്തിന്റെ ചെറിയൊരു ചിത്രം. ഇനി ഹദീസുകളിലേക്ക് കിടന്നാൽ ധാരാളം പറയാനുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടേക്ക് എത്തിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. വകസ്വിറാത്തി വകൽ മീസാനി മഅദിലതൻ വകൽ മീസാനി മഅദില. നീതിയുടെ വിഷയത്തിൽ ഖുർആൻ സിറാത്ത് പോലെയും അതുപോലെ മഅദില മീസാൻ പോലെയുമാണ്. നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ് പോലെയുമാണ് കേട്ടോ. നന്മ തിന്മകൾ തൂക്കുന്ന ത്രാസ് പോലെയാണ്. അതാണ് ഞാൻ നേരത്തെ ഓതിയത്. ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ. സൽക്കർമ്മങ്ങൾ മുന്നോട്ട് നിന്നാൽ അവന് സന്തുഷ്ടമായ ജീവിതത്തിലാണ്. സൽക്കർമ്മങ്ങൾ പിന്നോട്ടാണ്, സൽക്കർമ്മങ്ങൾ കനം കുറവാണ്, ദുഷ്കർമ്മങ്ങളാണ് കൂടുതലെങ്കിൽ അവൻ നരകത്തിലുമാണ്. അവനെ താലോലിക്കാനും ലാളിക്കാനും ഉമ്മ വെക്കാനും സന്തോഷിപ്പിക്കാനുമുള്ള ഉമ്മ അത് നരകമാണ്. സഹിച്ചുകൂടാ. നരകത്തിലെ തീയുകൊണ്ടുള്ള തലോടൽ നമുക്ക് സഹിച്ചുകൂടാ. ആ ഉമ്മ വെപ്പ് നമുക്ക് ഓർക്കാൻ പോലും കഴിയില്ല. റബ്ബേ, ഞങ്ങളെ നീ സലാമത്താക്കണേ പടച്ചോനെ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ആയിഷ ബീവിയുടെ മടിയില് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തലവെച്ച് ഇങ്ങനെ ഉറങ്ങാണ്. തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ മടിയിൽ തലയും വെച്ചുറങ്ങുന്ന സമയത്ത് നബിതങ്ങളതാ നിദ്രയിലേക്ക് ആണ്ടു. നബിതങ്ങൾ ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ മടിയിൽ കിടക്കുന്ന പ്രിയതമൻ ഇത്രമാത്രം അല്ലേ, ഖമറിനെ പോലും വെല്ലുന്നയാളാണ്. ഖമറിനെ പോലും വെല്ലുന്നയാളാണ്. ഒരു വേള സൂര്യനെ പോലെയാണ് എന്ന് ഇമാം ബൂസീരി വിശേഷിപ്പിച്ച മഹാനാണ്. നല്ല സുന്ദരനായ തന്റെ ഭർത്താവ്, സൽസ്വഭാവിയായ ഭർത്താവ്, എല്ലാം തികഞ്ഞ ഭർത്താവ്. ആ ഭർത്താവ് മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോ ഭർത്താവിന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കിയിരിക്കുമ്പം അറിയാതെ അതാ എന്തെല്ലാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിക്കണം. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം സന്തോഷങ്ങളായിരിക്കും. ആ ഭർത്താവ് നിങ്ങളെ മടിയിൽ കിടന്നുറങ്ങുമ്പോൾ, അതും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു ഭർത്താവ്. ഏതു ഭർത്താക്കന്മാരെടുത്താലും അവരൊക്കെ നിങ്ങളെ ഭർത്താവിന്റെ പിന്നിലാണ്. ഇങ്ങനെ ഒരവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ തണ്ടെത്രയായിരിക്കും, നിങ്ങളുടെ ഹുങ്കെത്രയായിരിക്കും. ദാ ആയിഷ ബീവി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ആയിഷ ബീവിയുടെ കണ്ണിൽ നിന്ന് ചൂടുള്ള കണ്ണുനീര് ഹബീബ് മുഹമ്മദ് മുസ്തഫായുടെ പൂമുഖത്തങ്ങ് വീണു. വീണപ്പം നബിതങ്ങൾ കണ്ണീരിന്റെ നനവ് തട്ടിയിട്ട് ഉണർന്നു. നബിതങ്ങൾ ചൂടുള്ള കണ്ണീര് തട്ടി. നബിതങ്ങൾ ഇങ്ങുണർന്നിട്ട് ചോദിച്ചു, മാ യുബ്കീകി ആയിഷ, ആയിഷോ നീ എന്തിനാ കരയുന്നത് ആയിഷോ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ചോദിച്ചു, എന്തിനാ ആയിഷ നീ കരയുന്നത്? എന്തേ ഇങ്ങനെ കരയേണ്ട ആവശ്യം ഉണ്ടായത്? ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയാണ്, ഖാലത്ത് ദക്കർതു നാറ ഫബക്കൈത്. നബിയേ, നിങ്ങൾ എന്റെ മടിയിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പം ഞാൻ നരകത്തെ കുറിച്ച് ഓർത്തുപോയി. അപ്പോൾ ഞാൻ അറിയാതെ അനിയന്ത്രിതമായി കരഞ്ഞുപോയതാ ഹബീബേ. അറിയാതെ അങ്ങ് കരഞ്ഞുപോയി നബിയേ. ഞാനിങ്ങനെ കിടക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾ കിടക്കുമ്പോ നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് എന്നെ പഠിപ്പിച്ച നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് നരകത്തെക്കുറിച്ച് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ കരഞ്ഞു. കരയാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, സുറാത്ത് പാലം കിടക്കുന്ന സമയത്ത്, നരക സ്വർഗ വിഭജനം നടക്കുന്ന സമയത്ത്, പടച്ചോനെ, എന്റെ ഹബീബ് ഇതാ ഇന്ന് എനിക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ഹബീബിനോട് പറയാം, എനിക്കതിന് പരിഹാരം ഉറപ്പാണ്. പക്ഷേ നാളെ പരലോകത്ത് വെച്ച് ഹബീബ് എന്നെ തിരിഞ്ഞു നോക്കുവോ ആവോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോ അറിയാതെ അങ്ങ് കരഞ്ഞുപോയതാ നബിയെ. ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളില് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഓർക്കുമോ നബിയെ? എന്നെയും
അതുപോലെ ബാക്കിയുള്ള ഭാര്യമാരെയൊക്കെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ഓർക്കുവോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ശരിയാണ് ആയിഷ, ഞാൻ നിങ്ങളെ ഓർക്കാതിരിക്കാം? തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഉമ്മത്തിനെ ഓർക്കും, എൻ്റെ കുടുംബത്തെ ഓർക്കും, ഓർക്കാതിരിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, അമ്മാ ഫീ സലാസതി മവാത്തിന ഫലാ യദ്കുറു അഹദുൻ അഹദാ. 3 പോസ്റ്റുകളിൽ ആരെയും ഓർക്കില്ല കേട്ടോ. ശരിക്കും ശ്രദ്ധിച്ചോ, 3 ഘട്ടങ്ങളിൽ ആരെയും ഓർക്കില്ല. അള്ളാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ബേജാറില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാൻ വേണ്ടി ആ റസൂലുള്ള ഈ രൂപത്തിൽ ഉത്ബോധിപ്പിക്കുന്നത്. 3 സ്ഥലത്ത് ഒരാളും ഒരാളുടെ കുടുംബത്തെക്കുറിച്ച് ഓർക്കില്ല. മറ്റുള്ളവരുടെയും കൂടെ കാര്യം ഉൾപ്പെടുത്തി പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഒന്ന്, ഇൻദൽ മീസാൻ, നന്മ-തിന്മയുടെ തൂക്കം നിർണയിക്കുന്നിടത്ത്, തുലാസിന്റെ അടുത്ത്, വകസ്സിറാത്തി വകൽ മീസാനി മഅദിലതൻ. നോക്കിക്കോ തുലാസിന്റെ രീതി. ആ തുലാസിന്റെ അടുത്ത് ഒരൊറ്റ കുട്ടിക്കും ഒരു കുട്ടിയെയും ഓർമ്മയുണ്ടാവില്ല. ഹത്താ യഅലമ അയഖിഫു മീസാനുഹു അം യസ്ഖുൽ. തന്റെ മീസാന് ഭാരം കൂടോ കുറയോ എന്ന് അറിഞ്ഞിട്ടേ അവന് മറ്റുള്ളവരെ കുറിച്ച് ഓർമ്മ വരുള്ളൂ. നീ രക്ഷപ്പെട്ടിട്ടുണ്ട്, നിന്റെ അമല് സ്വാലിഹാത്ത് മുമ്പിലാണ് എന്ന വിവരം കിട്ടുമ്പോഴേ അവന് കുടുംബത്തെ കുറിച്ച് ഓർമ്മ വരും. വഇൻദൽ കിതാബ്, മറ്റൊന്ന് കർമ്മരേഖ വിതരണം ചെയ്യുന്നിടത്ത്, കിതാബ് കൊടുക്കുന്നിടത്ത്, ഹത്താ യഅലമ അയ്ന യഖഉ കിതാബുഹു, എവിടെയാണ് എൻ്റെ കിതാബ് പതിക്കുക, അഫീ യമീനിഹി അം ഫീ ശിമാലിഹി, എൻ്റെ വലത്തെ കയ്യിലോ കിട്ടുക ഇടത്തെ കയ്യിലോ കിട്ടുക. വലത്തെ കയ്യിൽ കിട്ടിയാൽ എനിക്കാണ് സന്തോഷം, ഇടത്തെ കയ്യിൽ കിട്ടിയാൽ എന്നെ പോലെ വലഞ്ഞവനുമില്ല. കുറച്ചോനെ ഏത് കിതാബിലാ ഏത് കയ്യിലാ കിട്ടുകയെന്നറിയില്ല. അപ്പോഴാ വലത്തെ കയ്യിൽ കിട്ടിയത്. പിന്നെ അവൻ ഓർക്കും, എൻ്റെ മക്കൾ എന്തായിട്ടുണ്ടാവും, എൻ്റെ ഉമ്മ എന്തായിട്ടുണ്ടാകും, എൻ്റെ ഭാര്യ എന്തായിട്ടുണ്ടാകും, എൻ്റെ ജ്യേഷ്ഠൻ എന്തായിട്ടുണ്ടാകും, എൻ്റെ സുഹൃത്ത് എന്തായിട്ടുണ്ടാകും. അതൊക്കെ പിന്നെയാ ഓർക്കുക, അതുവരെ ഓർമ്മ വരില്ല. അതുപോലെ സിറാത്ത് പാലം കടക്കുമ്പോഴും ഓർമ്മ വരില്ല. ഇദാ വുളിയ ബൈന ബഹ്റൈ ജഹന്നം, നരകത്തിന്റെ 2 അറ്റങ്ങൾക്കിടയിൽ ആ സിറാത്ത് പാലം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതങ്ങ് സലാമത്തായിട്ടേ ഓർമ്മ വരൂ. സിറാത്ത് പാലം കിടക്കുന്ന സമയത്ത് പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അവിടെ കാത്തിരിക്കും. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, അല്ലാഹുമ്മ സല്ലിം സല്ലിം സല്ലിം. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ ഹബീബിന് വേണ്ടി ഗ്ലാസ് എടുത്തു. ആ ഹബീബിന്റെ ഗ്ലാസ് കഴുകി വെള്ളം കൊണ്ടുപോയി കൊടുത്ത്, അവിടുത്തെ മുണ്ടലക്കി കൊടുത്ത്, ഹബീബിന് വേണ്ട ഒത്താശകളൊക്കെ ചെയ്ത് ദീർഘകാലം തിരുസദസ്സിലെ ഹബീബിന്റെ സദസ്സിലെ ഓഫീസ് ബോയ് ആയി കഴിയാൻ ഭാഗ്യം കിട്ടിയ മഹാഭാഗ്യവാനാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി തങ്ങളോട് പറഞ്ഞു, നീണ്ട 10 വർഷക്കാലം നിന്നിട്ട് എന്നൊരു വാക്കുപോലും ഹബീബനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ അനസ് പറയുന്നു, ഞാനൊരു ദിവസം പറഞ്ഞു, നബിയേ, നാളെ പരലോകത്ത് ഞാൻ വരുമ്പോഴേ എൻ്റെ കയ്യിൽ അമലൊന്നുമില്ലാതെ വലയുമ്പം അന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ നബിയേ. അത് ഞാൻ ചെയ്തോളാം അനസേ, നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ഖാല, മഹാനവറുകൾ ചോദിക്കാണ്, കുൽത്തു, അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഫൈന തുലുബുക, പറഞ്ഞു തന്നാല്. കാരണം എന്താ, ഒരു പ്രതിസന്ധി ഘട്ടമാണിത്. എവിടെയോ അല്ല, നിങ്ങളറിയാത്ത സ്ഥലത്ത്, ജിദ്ദ എയർപോർട്ടിൽ ആദ്യമായിട്ട് ജിദ്ദയിൽ പോകുന്ന ആളെന്ന് കൂട്ടിക്കോ. നീ ചെന്നിറങ്ങുമ്പം ആരാണ് അവിടെ ഉണ്ടാവുക, എന്നെ സ്വീകരിക്കാൻ ഉണ്ടാവുക? പുറത്തേക്കിറങ്ങിയാൽ എനിക്കറിയാത്ത ലോകം, ആരുമില്ല. ആ സമയത്തിന്റെ ക്ലിയറൻസുകൾ വേണ്ടത്ര കറക്റ്റും കൂടെ അല്ലെങ്കിൽ ബേജാറ് കൂടും. കാരണം പൊക്കിക്കളയോ എന്നുള്ള പേടിയുണ്ടാവും. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് തന്നെ ആള് റെഡിയാക്കുകയാണ്. ഇപ്പൊ ഒരാൾ പറഞ്ഞു, നീ ഒരു പേടിയും പേടിക്കേണ്ട, ഞാൻ അവിടെ ഉണ്ടാകും, എയർപോർട്ടിന്റെ പുറത്ത് ഞാൻ കാത്തു നിൽക്കാം. നമ്മൾ ചോദിക്കുന്നു, നീ എവിടെ ഉണ്ടാകുക, ആ സ്ഥലം ഒന്ന് പറഞ്ഞു തരണം. അപ്പൊ അവൻ കൃത്യമായി പറയുന്നു, ഇന്ന റിസപ്ഷന് മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് വല്ലാത്തൊരു സമാധാനമാണ്. നമ്മൾ നേരെ ചെല്ലുമ്പം നമ്മളെ കാത്തു നിൽക്കുന്ന അവനെ കാണും എന്തൊരു സന്തോഷാണ്. അപ്പോ വല്ലാതെ വലയുന്ന ലോകത്ത് ഞാൻ നിനക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഏൽപ്പിക്കുമ്പോ അനസ് വിടുന്നില്ല. അനസ് റളിയല്ലാഹുവിന് ചോദിക്കാൻ, നബിയെ, അഥവാ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ അന്വേഷിക്കണം നിങ്ങളെ? ഐന അത്ലുബുക യാ റസൂലല്ലാഹ്?
ഖാല ഉത്ലുബ്നി അവ്വല മാ തത്ലുബ്നി അലസ്സിറാത്ത്. നീ അന്വേഷിക്കുമ്പോൾ ആദ്യമായിട്ട് നീ അന്വേഷിക്കേണ്ടത് സിറാത്ത് പാലത്തിന്റെ അടുത്താണ്. അവിടെ ഞാൻ ഇല്ലാതിരിക്കില്ല. എന്റെ ഉമ്മത്ത് കടന്നു പോകുമ്പോ ഞാൻ സിറാത്ത് പാലത്തിന്റെ അടുത്തുണ്ടാകും. ആദ്യം നീ അന്വേഷിക്കേണ്ടത് സിറാത്ത് പാലത്തിലാണ്. ഞാൻ വിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല ഖുൽതു, ഞാൻ ചോദിച്ചു, ഫഇല്ലം അൽഖക അലസ്സിറാത്ത് ഫഅയ്ന അത്ലുബുക യാ റസൂലല്ലാഹ്. അഥവാ പാവപ്പെട്ട അനസിന് സിറാത്തിന്റെ അടുത്ത് നിങ്ങളെ കിട്ടിയില്ലെങ്കിലോ? ഖാല, നബി പറഞ്ഞു, ഫത്ലുബ്നി ഇൻദൽ മീസാൻ. എന്നാ പിന്നെ മീസാൻ, അമലുകൾ, നന്മ തിന്മകൾ തൂക്കുന്നിടത്ത് നിനക്ക് എന്നെ കാണാൻ കഴിയും. ഖുൽതു ഫഇല്ലം അൽഖക ഇൻദൽ മീസാൻ. അവിടെയും അഥവാ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഖാല ഫത്ലുബ്നി ഇൻദൽ ഹൗദുൽ കൗസറിന്റെ അടുത്ത്. വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന, വല്ലാതെ വിഷമിക്കുന്ന എന്റെ കൂട്ടുകാർക്ക് ആ തീർത്ഥജലം കോരിക്കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ കാത്തിരിക്കും. ഹൗദുൽ കൗസറിന്റെ മുമ്പില് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, അവിടെ ഞാൻ കാത്തിരിക്കും. നിങ്ങളെ കാത്ത് ഞാൻ അവിടെ ഇരിക്കും. ഈ മൂന്നാലൊരു സ്ഥലത്ത് നബി എവിടെ ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ മൂന്നാലൊരു സ്ഥലത്ത് എന്നെ കിട്ടാത്തൊരവസ്ഥ എനിക്ക് വരൂല. ഈ മൂന്നാലൊരു സ്ഥലത്ത് എല്ലാവരും എന്നെ കണ്ടെത്തിച്ചിരിക്കും, എന്റെ ഉമ്മത്തിൽപ്പെട്ടവര്. അള്ളാഹുവിന്റെ റസൂൽ, ആ ഹബീബിനെയാണ് നമ്മൾ മദ്ഹ് ചെയ്യുന്നത്. ആ ഹബീബിനെ മദ്ഹ് ചെയ്ത വരികളാ നോക്ക് നിങ്ങൾ. ഇമാം ബൂസീരി ഇതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വരികളിൽ. അതിന്റെ ഭയാനകതയൊക്കെ ഹബീബിനെ മദ്ഹ് ചെയ്യുന്നതോടുകൂടി പറഞ്ഞു. പഠിച്ചോനെ, ഇത്ര ഗൗരവത്തോടെ ഇത് അവതരിപ്പിച്ച ഇമാം ബൂസീരിയുടെ വരികളാ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. നാളെ ഞങ്ങൾ വരുമ്പം സിറാത്തിന്റെ, മീസാനിന്റെ, ഹൗദിന്റെ ഈ ഘട്ടങ്ങളിലൊക്കെ, ഈ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥ, ഹബീബ് തിരിഞ്ഞു നോക്കുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കണേ റഹ്മാനേ. പഠിച്ചവനെ, ഞങ്ങൾ ഈ സദസ്സു സംഘടിപ്പിച്ചത് ഹബീബ് റൗളയിൽ നിന്ന്, ഹബീബ് ഞങ്ങളുടെ തങ്ങളുടെ ആത്മീയ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അപ്പോഴേ ഒരാൾക്ക് വിശ്വാസിയാവാൻ കഴിയൂ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് എന്താ? വിശ്വാസികളെ, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്, നിങ്ങളിൽ പ്രവാചകരുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ, പ്രവാചകർ തൽക്കാലം വഫാത്തായിട്ടുണ്ടെങ്കിലും ആത്മീയ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഡെൻമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ശക്തമായ നീക്കങ്ങൾ നടത്തിയപ്പോൾ കണ്ടോ നിങ്ങൾ, ഒരു വേള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ പ്രയാസമുള്ള കക്ഷികളടക്കം ഇന്ന് എന്ന് അവരുടെയൊക്കെ അറബി ചെക്കന്മാരുടെ മുഴുവൻ വണ്ടികളുടെയും മുന്നിലും പിന്നിലും സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. എന്റെ വാപ്പയും ഉമ്മയും നിങ്ങൾക്ക് ദണ്ഡമാണ്. നിങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നും പച്ചയായി ജീവിച്ചിരിക്കുന്നു യാ റസൂലല്ലാഹ്. ഇത് പറയാൻ കഴിയണം. അത് പറയുമ്പോഴേക്ക് ചിലർക്ക് വിഷമോ? എന്താ ഈ യാ റസൂലെന്നും വിളിച്ചിട്ട് നബിയെ നിങ്ങൾ ഞങ്ങളെ ഖൽബിൽ ഹയാത്തായി കിടക്കുന്നു യാ റസൂലല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെന്താ ശിർക്കും അപമര്യാദയും അച്ചടക്കരാഹിത്യവും ഒന്നും ഗൾഫിലെത്തിയാ കാണാത്തത് പലരും? ചിന്തിക്കേണ്ട വിഷയമാണത്. മുഴുവൻ അറബി ചക്കന്മാർ കണ്ട നിങ്ങൾ. അതാ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരുന്നു, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. വരും നാളുകൾ നിങ്ങളുടേതാണ് നബിയേ. കഴിഞ്ഞുപോയ നാളുകളെക്കാൾ വരും നാളുകൾ നിങ്ങൾക്ക് ഉത്തമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളും കീർത്തനങ്ങളും കീർത്തന സദസ്സുകളും നബി തങ്ങളുടെ പേരിലുള്ള മദ്ഹു ഗീതങ്ങളുമൊക്കെ പെരുകി 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 വന്നുകൊണ്ടിരിക്കും. അതിന്റെ ദൃഷ്ടാന്തമാണ്, വ്യക്തമായ ദൃഷ്ടാന്തമാണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. മൂന്നാലൊരു സ്ഥലത്ത് അനസേ നിനക്ക് എന്നെ കിട്ടാതിരിക്കില്ല. ഈ മൂന്നാല് ഒരു സ്ഥലത്തു നിന്ന് അല്ല, 3 സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബ് ഉണ്ടാവുമല്ലോ. അവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബിന്റെ സഹായം ലഭിക്കുന്നവർ, നമുക്ക് എവിടെയെങ്കിലും ഒന്നൊന്നും കിട്ടിയതുകൊണ്ട് നമ്മൾ സലാമത്താകൂല. പഠിച്ചോനെ, എല്ലായിടങ്ങളിലും ഹബീബിന്റെ സഹായം കിട്ടി രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇത് വളരെ ബേജാറുള്ള സംഗതിയാണ്. അപ്പോ ഈ സിറാത്ത് പോലെയും മീസാൻ പോലെയും ആണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മഴുതിലത്തൻ നീതിയുടെ കാര്യങ്ങളാൽ
നീതിയുടെ കാര്യങ്ങളിൽ അതങ്ങനെയാണ് കിടക്കുന്നത്. അതിന്റെ സ്വഭാവം അതാണ്. മീസാൻ കണിശത പുലർത്തുമെങ്കിൽ, സിറാത്ത് കണിശത പുലർത്തുമെങ്കിൽ, വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണ്. ആ ഖുർആനിന്റെ നീതി അത് വല്ലാത്തൊരു ലോകമാണ്. വിശുദ്ധ ഖുർആൻ നീതി പഠിപ്പിച്ച ഗ്രന്ഥമാണ്. നീതി പഠിപ്പിച്ച ഗ്രന്ഥമാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ നീതിയാണ്. ഇത് പറയുകയാണെങ്കിൽ നേരം വെളുക്കുവോളം പറഞ്ഞാൽ തീരില്ല. ഇനി നമ്മൾ സംസാരിക്കേണ്ട 4 ദിവസം നമ്മൾ ഇത് തന്നെ സംസാരിച്ചാൽ തീരില്ല. കാരണം എന്തുകൊണ്ട്? മുമ്പ് നമ്മൾ ഉണർത്തി, ഖുർആനിലെ സമഗ്ര വചനം തന്നെ തുടങ്ങുന്നത് നീതി പറഞ്ഞാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിലെ പ്രധാന വിഷയം നീതി. ആ നീതി പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ആലോചിക്കണം. നീതിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞു എന്നറിയോ നിങ്ങൾ? നീതിയെക്കുറിച്ച് ധാരാളം വചനങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന നീതി അത് അതിവിശാലമാണ്. പറഞ്ഞാൽ തീരാത്തത്രയുള്ള വലിയ ഒരു ലോകമാണ്. ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രമേയം നീതിയാണ്. നീതിയുടെ സംസ്ഥാപനവും അനീതിയുടെ വിഭാടനവുമാണ് ഖുർആനിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളതും. ഖുർആനിന്റെ അടിസ്ഥാന ലക്ഷ്യം അതുതന്നെയാണ്. അടിസ്ഥാന ലക്ഷ്യം വിശുദ്ധ ഖുർആനിൻ്റെതാണ്. ധാരാളം ആയത്തുകൾ അത് പറയുന്നുണ്ട്. ഒരാൾക്കൊരാളോട് എന്തോ വെറുപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിയോട് എന്തോ വെറുപ്പുണ്ട്. അതിൻ്റെ പേരിൽ അയാൾ ചെയ്യുന്ന നന്മയും കൂടെ തിന്മയായി കണ്ട്, അയാൾ ചെയ്യുന്ന ഒരു പ്ലസ് പോയിന്റുകളും കാണാതെ മൈനസ് പോയിന്റുകൾ മാത്രം കണ്ടുകൊണ്ട് നിയമത്തിന്റെ കുരുക്കിൽ അയാളെ തളച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അവരോട് പറയുന്നു, ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം നിങ്ങളെ ഒരിക്കലും പ്രേരിപ്പിക്കരുത്. അലാ അല്ലാ തഅദിലു, അനീതി കാണിക്കാൻ പ്രേരിപ്പിക്കരുത്. ഒരു വിഭാഗത്തോട് വിദ്വേഷമുണ്ടെന്ന് കരുതി അത് അനീതിയായി മാറാൻ പാടില്ല. അനീതിയാകുമ്പം സംഗതി അപകടമാണ്. അനീതിയാകുമ്പോൾ നിങ്ങൾ വലഞ്ഞു പോകും, നിങ്ങൾ കുടുങ്ങിപ്പോകും. അത് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. പടച്ച റബ്ബ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച ആശയങ്ങൾ, ആ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് നീതിയിലൂടെ നീങ്ങാൻ കഴിയൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ വാർത്തെടുത്ത ജനത അവർ നീതിയുടെ കാവലാളന്മാരായത്. അതുകൊണ്ടാണ് അവർ അനീതിയുടെ മുഴുവൻ മുരടുകളും അറുത്തിട്ട് നീതിയുടെ കൽപ്പവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചവരാണ് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും. അതിന് ഉമർ ഇബ്നുൽ ഖത്താബിനെ എടുത്ത് പരിശോധിക്കണം, അപ്പോഴേ തിരിയൂ. ദിഹിയത്തുൽ കൽബിയെ എടുത്ത് പരിശോധിക്കണം. കഴിഞ്ഞ ബുർദ പ്രഭാഷണത്തിൽ നാം പറഞ്ഞതാണ്, അതൊക്കെ ഓർക്കുന്നുണ്ടാകും. ദിഹിയത്തുൽ കൽബി അനീതിയുടെ വാഹകനായിരുന്നു. ആ ദിഹിയത്തുൽ കൽബിയെ മാറ്റിയത് ഇസ്ലാം പഠിപ്പിച്ച നീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെരുമാറ്റമാണ്. സൂറത്തുൽ മാഇദയിലെ 8-ാം വചനം ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ കുനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലൂ ഹുവ അഖറബു ലിത്തഖ്വാ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. വിശ്വാസികളെ, നിങ്ങൾ നീതി പുലർത്തുന്നവരാവണം. നിങ്ങൾ നീതി നട്ടുവളർത്തി അതിന് സാക്ഷികളാവണം. നിങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കുന്നവർ, അള്ളാഹുവിന് വേണ്ടി നിലനിന്ന് പോരുന്നവരായിരിക്കണം. നിങ്ങൾ എല്ലാ വിഷയങ്ങളിലും നിങ്ങളുടെ നിലനിൽപ്പ് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു പാർട്ടിയോടുള്ള വിദ്വേഷം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അലാ അല്ലാ തഅദിലു, അവരോട് നീതി കാണിക്കാതിരിക്കുന്നതിന്റെ മേൽ, അവരോട് അനീതി കാട്ടുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കാതിരിക്കട്ടെ.
എഴുതിലൂ, നിങ്ങൾ നീതി പാലിച്ചോ, ഹുവ അഖ്റബു ലിത്തഖ്വാ, അതാണ് കേട്ടോ സൂക്ഷ്മതയോട് അടുത്തു നിൽക്കുന്നത്. ദൈവഭക്തിയോട് തഖ്വയോട് അടുത്ത് നിൽക്കുന്നത് നീതിയാണ്. നീതി തഖ്വയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. നീതിയില്ലെങ്കിൽ തഖ്വയില്ല. തഖ്വയിൽ നിന്ന് നിങ്ങൾ എത്രയോ ദൂരെയായിരിക്കും. ഹുവ അഖ്റബു ലിത്തഖ്വാ വത്തഖുല്ലാ, അതുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ച് നീതി പുലർത്തുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായിട്ടും അല്ലാഹു തആല ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നന്നായി അതിന്റെ ഉള്ളറകൾ അറിയുന്നവനാണ് അല്ലാഹു. ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഒരു പക്ഷേ നല്ല പിള്ള ചമഞ്ഞിട്ടുണ്ടാവാം, രക്ഷപ്പെടില്ല. നിങ്ങൾ ചെയ്ത അനീതി ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ അല്ലാഹു നിങ്ങളുടെ മുഴുവൻ അനീതികളും അറിയുന്നവനാണ്. ആ ബോധത്തോടു കൂടെ ആയിരിക്കണം കേട്ടോ നിങ്ങൾ നീങ്ങുന്നത്. ഇതാണ് പറയുന്നത്, നിങ്ങൾ ആ ബോധത്തോടു കൂടെ ആയിരിക്കണം നീങ്ങേണ്ടത്. ഇതാ നിങ്ങൾ കച്ചവടം നടത്തുകയാണെങ്കിൽ അവിടെ നീതി പാലിക്കണം. വൈലുല്ലിൽ മുത്തഫിഫീൻ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവരെ കുറിച്ച് ശക്തമായ ഭാഷയിൽ പിടികൂടി വിശുദ്ധ ഖുർആൻ. വൈലുല്ലിൽ മുത്തഫിഫീൻ, സർവവിധ നാശവും ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്കുള്ളതാണ്. വൈലുല്ലിൽ മുത്തഫിഫീൻ, കച്ചവടം നടത്തുമ്പോൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർ, ടെക്സ്റ്റൈൽസിൽ നിന്ന് മുണ്ട് മുറിച്ചു കൊടുക്കുമ്പോൾ അതിൽ കുറവ് വരുത്തുന്നവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരാൾ, ഒരു പാവപ്പെട്ട സഹോദരൻ കൊല ചെയ്യപ്പെട്ടു. അയാൾ കൊല ചെയ്യപ്പെട്ടപ്പോൾ അയാളുടെ മരണകാരണം കൊല ചെയ്യപ്പെട്ടതാണ്. ആരാരും അറിയാതെ ഒരു അജ്ഞാത ജഡം കാണുന്നു. അതെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. മരണകാരണം തിട്ടപ്പെടുത്താൻ വേണ്ടി ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ കൊലയാളിയുടെ കുടുംബം അല്ലെങ്കിൽ അവൻ ഏൽപ്പിച്ച ഏതോ കണ്ണികൾ ചെന്ന് ഡോക്ടർക്ക് കൈക്കൂലി കൊടുക്കുമ്പോൾ ഡോക്ടർ മരണകാരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയാലും സ്വാഭാവിക മരണമെന്ന് എഴുതുന്നത് തനിക്ക് കിട്ടിയ റിസൾട്ടിൽ ഏറ്റക്കുറവ് വരുത്തുന്നത് വൈലുല്ലിൽ മുത്തഫിഫീൻ എന്നതിന്റെ ഭാഗമാണെന്ന് വിശദീകരിച്ചവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും രേഖപ്പെടുത്തേണ്ട കണക്ക് കൃത്യമായി രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ അതൊക്കെ അതിന് ബാധകമാണ്. അതുകൊണ്ടാണ് കുറവ് വരുത്തുന്നവർക്കാണ് സർവ്വവിധ നാശവും. അവകാശങ്ങൾ നിഷേധിക്കുന്നവർ, അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോൾ അത് പൂർണ്ണമായി എടുക്കുകയും, വൈദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ, അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയും അവർക്ക് തൂക്കിക്കൊടു വസ്തുക്കളിൽ ചുരുക്കം വരുത്തുകയും ചെയ്യുന്നവർ. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, അല്ല ഇവരൊക്കെ പുനരുത്ഥാനം കാണേണ്ടി വരുമെന്ന ബോധം ഇവർക്കില്ലയോ? പടച്ചറബ് ചോദിക്കാൻ, അല്ല പുനരുത്ഥാനം അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ബോധം നിങ്ങൾക്കില്ലേ? നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വരേണ്ടി വരും എന്ന ബോധം നിങ്ങൾക്കില്ലേ? അതുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ വേണ്ടാത്തരത്തിന് കൂട്ടുനിൽക്കുന്നത്? പടച്ച തമ്പുരാൻ ചോദിക്കുകയാണ്. ഇങ്ങനെ നീതിയുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകളുണ്ട്. നീതിക്ക് വേണ്ടിയാണ് ഖുർആൻ നിലനിന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിന് ധാരാളം ആയത്തുകൾ. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ലുകും ബി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. കണ്ടോ, അനീതി കാണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബ് പറയുന്ന മറ്റൊരായത്ത് സൂറത്തുൻ നിസായിലെ 58-ാം വചനം, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച രേഖകൾ നിങ്ങൾ അതിന്റെ ഉടമകളിലേക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അല്ലാഹു നിങ്ങളോട് പറയുന്നു. കണ്ടോ, നിങ്ങൾ ബിൽഡിംഗ് വാടകയ്ക്ക് വാങ്ങിയതാ, അല്ലെങ്കിൽ തൽക്കാലം താമസിക്കാൻ വേണ്ടി വാങ്ങിയതാ. കുറച്ച് കഴിഞ്ഞ് ഇവൻ കൈവശം തെളിയിച്ചുകൊണ്ട്, കൈവശാവകാശം തെളിയിച്ചുകൊണ്ട് ബിൽഡിംഗ് ഇവന്റെ സ്വന്തമാക്കി കളയുന്നു. ഇത്തരം ഏർപ്പാടുകള്, പ്രമാണങ്ങളും രേഖകളും ഇവനെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത് വലിയ വിനയായി തീരുന്ന ഒരവസ്ഥ. ഇത്തരം ഏർപ്പാടുകൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, നിങ്ങളെ ഏൽപ്പിച്ച അമാനത്തുകൾ നിങ്ങൾ അതിൻ്റെതായ ആളുകളിലേക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുന്നത്. എത്രയോ ആളുകൾക്ക് പെട്ടുപോകാറുള്ള ഒരു പെടുതിയാണിത്. കട നടത്താൻ വേണ്ടി വേറെ ആരെങ്കിലും ഏൽപ്പിക്കും,
2-3 കൊല്ലം കഴിയുമ്പോഴേക്ക് കട തന്നെ അവൻ്റെതായി മാറും. ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കാതെ മുങ്ങിപ്പോകുന്ന ധാരാളം ആളുകളുണ്ട്. വല്ലാതെ വെള്ളം കുടിച്ചു പോകുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ ഈ അനീതിയുടെ മുഴുവൻ കടക്കും കത്തിവെച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ കടന്നു പോകുന്നത്. വഇദാ ഹക്കംതും ബൈനന്നാസ്, നിങ്ങൾ ജനങ്ങൾക്കിടയിൽ മധ്യസ്ഥം വഹിക്കുകയാണെങ്കിൽ, കണ്ടില്ലേ നിങ്ങൾ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മധ്യസ്ഥം വഹിക്കും. ആ മധ്യസ്ഥം വഹിക്കുമ്പോൾ പലപ്പോഴും മധ്യസ്ഥന്മാരുണ്ടാവാറില്ല, പക്ഷപാതികളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുള്ളത്. ഏതെങ്കിലുമൊക്കെ കക്ഷി ചേരുന്ന ആളുകള്. മധ്യസ്ഥൻ എന്ന് പറഞ്ഞാൽ രണ്ടിന്റെയും മധ്യത്തിൽ നിന്ന് വിധി പറയണം. വഇദാ ഹക്കംതും ബൈനന്നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ, നിങ്ങൾ നീതി കൊണ്ട് മധ്യസ്ഥം വഹിക്കണം, തീരുമാനം പറയണം. അപ്പോഴേ നിങ്ങൾ നീതിമാനായ മധ്യസ്ഥനാകൂ. അല്ലെങ്കിൽ നിങ്ങൾ പക്ഷം പിടിച്ചവനാകും, നിങ്ങൾ പക്ഷം പിടിച്ചവനായി തീരും. ഇന്നല്ലാഹ നിഅമ്മാ യഇദുകും ബി, അല്ലാഹ് നിങ്ങളോട് എത്ര നല്ല കാര്യമാണ് ഉപദേശിക്കുന്നത്. അല്ലാഹ് ഉപദേശിക്കുന്ന കാര്യം എത്ര നല്ല കാര്യമാണ്. ഇന്നല്ലാഹ നിഅമ്മാ യഇദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. അല്ലാഹു എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ്. ഈ ബോധമുണ്ടാകുന്നത് നിങ്ങൾക്ക് നല്ലതാകട്ടോ. നോക്ക് നിങ്ങൾ, ഇങ്ങനെ എത്രയെത്ര വചനങ്ങളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്നോടും നിങ്ങളോടുമായി പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇത് പറയാൻ നിന്നാൽ എന്തായാലും ധാരാളം പറഞ്ഞാൽ തീരുമെന്ന് തോന്നുന്നില്ല. ഖുർആൻ കൃത്യമായ നീതിയാണ് പറയുന്നത്. നന്മയുടെയും തിന്മയുടെയും പക്ഷത്ത് നിൽക്കുമ്പോൾ ഖുർആൻ നീതി പുലർത്തിയിട്ടാ സംസാരിക്കുന്നത്. ഒരാൾ ചെയ്ത കുറ്റത്തിനല്ലാതെ അയാളെ ശിക്ഷിക്കുക എന്നുള്ളത് അനീതിയാണ്. ഖുർആനിൽ അതുണ്ടോ? ഇല്ല. ഒരു തിന്മ ചെയ്താൽ അതേ തിന്മയുടെ കുറ്റാണ്, അതേസമയം ഒരു നന്മ ചെയ്താലോ 10 നന്മയുടെ പ്രതിഫലം. 10 ഇരട്ടി പ്രതിഫലം കിട്ടും. അത് അനീതിയല്ല, അത് ഔദാര്യമാണല്ലോ. ഞാൻ ഒരു സത്യം പറഞ്ഞാൽ 10 സത്യം പറഞ്ഞ കൂലി തരിക എന്ന് പറഞ്ഞാൽ അത് ഔദാര്യമാണ്, അത് അള്ളാഹുവിന്റെ ഉദാരതയാണ്. അതേസമയം ഉദാരശീലനായ റബ്ബ് തരുന്നതാണ്, അത് നമ്മുടെ ഭാഗ്യമാണ്. അതേസമയം നമ്മൾ ചെയ്യാൻ അത് കുഴപ്പമാണ്, അത് അനീതിയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ആക്രമിക്കില്ല. അള്ളാഹു തആല ചെയ്ത തെറ്റിനു മാത്രമേ ശിക്ഷിക്കൂ, ചെയ്യാത്ത ഒരു തെറ്റിനും പടച്ച റബ്ബ് നമ്മളെ ശിക്ഷിക്കുകയില്ല. ചെയ്തതിനു മാത്രം. സൂറത്തു യാസീനിൽ ഞാനും നിങ്ങളും പഠിച്ച ആയത്താണ്. അവിടെ ഒരൊറ്റ കുട്ടിയെയും ആക്രമിക്കുന്ന പ്രശ്നമില്ല, ഒരു കുട്ടിയെയും ആക്രമിക്കുകയില്ല. കൃത്യമായിട്ട് ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് അവിടെ കിട്ടും. അപ്പൊ കണ്ടോ നിങ്ങൾ, നന്മയുടെ പക്ഷത്തും തിന്മയുടെ പക്ഷത്തും നീതിയോടുകൂടെ വിധി കൽപ്പിക്കുന്നവനാണ് പടച്ച തമ്പുരാൻ. ഒരിക്കലും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കുന്നവനല്ല അല്ലാഹു. ഇങ്ങനെ ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട്. സൂറത്തുൻ നിസായിലെ തന്നെ 7-ാം വചനം. എന്തേ, പഴയ കാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമി, ഖുർആൻ ഇല്ലാത്ത സമൂഹത്തിൽ നീതി പുലരില്ല എന്ന് പറഞ്ഞു. ഖുർആൻ അല്ലാത്ത ഗ്രന്ഥങ്ങളിൽ നിന്ന് നീതി തേടിയാൽ അത് ജനങ്ങളിൽ പുലർന്നു കാണില്ല എന്ന് പറഞ്ഞു. ഖുർആൻ ഇല്ലാത്ത സമൂഹത്തിൽ നീതി പുലരില്ല. പെൺകുട്ടികൾക്ക് അവകാശം നിഷേധിച്ചവരായിരുന്നു മക്കാ മുശ്രിക്കുകൾ, അനന്തരാവകാശം നിഷേധിച്ചവരായിരുന്നു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ വരുന്നത്. പെൺമക്കൾക്ക് നിങ്ങൾ അവകാശം കൊടുക്കണം, പെൺമക്കൾക്ക് നിങ്ങൾ അവകാശം കൊടുക്കണം എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആൻ കടന്നു വരികയാണ്. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. മാതാപിതാക്കളും അടുത്ത കുടുംബങ്ങളും ഇട്ടേച്ചു പോയ സ്വത്തില് പുരുഷന്മാർക്ക് മാത്രമല്ല അവകാശം, വലിന്നിസാഇ പെണ്ണുങ്ങൾക്കുമുണ്ട്. പിന്നെന്താണ്? ആ പെണ്ണിനെ കെട്ടിച്ചയക്കും, അവൾക്ക് ഭർത്താവുണ്ട്, അവൾക്ക് ജീവിതത്തിന്റെ ഒരു ഭാരം അറിയണ്ട. ആ പെണ്ണിനും പെൺകുട്ടിക്കും അതുപോലെ ഒരുപാട് കുടുംബം പുലർത്തേണ്ട വലിയ ബാധ്യതകൾ വരുന്ന ആൺകുട്ടിക്ക് ഒരുപോലെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അല്ലാഹു തആല ഇരട്ടി ആൺകുട്ടിക്ക് കൊടുത്തു. ലിസ്സകരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. അത് കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹു തആല പറയുന്നത് അതാണ്, ലിസ്സകരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. അതിന്റെ തൊട്ടുപിറകിൽ അല്ലാഹു പറയുന്നുണ്ട്, ആ ആയത്ത് കഴിഞ്ഞതിന്റെ തൊട്ടുപിറകിൽ തന്നെ, ലിസ്സകരി മിസ്ലു ഹല്ലിൽ ഉൻസയൈൻ. ഒരു പുരുഷന് 2 സ്ത്രീക്കുള്ള അവകാശം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ നേരെ ഇരട്ടി കൊടുക്കണം. അവിടെയും നീതിയാണ്. അപ്പൊ ശരിക്കും നീതിയുടെ പക്ഷത്താണ് ഖുർആൻ നിന്നത്. അത് ഏതുപോലെ നീതി? സിറാത്ത് പോലെയും അതുപോലെ തന്നെ മീസാൻ എന്ന ത്രാസ് പോലെയും
അതാ നീതിയുടെ പക്ഷത്തു നിൽക്കാൻ വിശുദ്ധ ഖുർആനിന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഖുർആൻ പറയാൻ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഖുർആനിന് ആ പക്ഷത്തു നിൽക്കാൻ കഴിഞ്ഞു. ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമീ. അതുകൊണ്ട് തന്നെ ഖുർആനില്ലാത്ത സമൂഹത്തിൽ നീതി പുലരില്ല. ഖുർആനല്ലാത്ത ഗ്രന്ഥങ്ങൾ ആധാരമാക്കിയാൽ നീതി പുലരില്ല. ഫൽഖിസ്തു മിൻ ഗൈരിഹാ ഫിന്നാസി ലം യഖുമീ. ഇപ്പൊ ഖുർആനിനെ കുറിച്ച് ധാരാളം വർണ്ണിച്ചു. ഇനി ഖുർആനിനെ കുറിച്ച് പറയാനൊന്നുമില്ല. ഖുർആനിനെ കുറിച്ച് ധാരാളം വർണ്ണിച്ചു പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഖുർആൻ എന്നിട്ടും നിഷേധിക്കുന്നവരില്ല. ഇവിടെ വളരെ ചെറിയ സംഘമല്ലേ ഇത് വിശ്വസിക്കുന്നവരുള്ളൂ, ഇത് നേരാണെന്ന് പറയുന്നവരുള്ളൂ, ഇത് സത്യമാണെന്ന് പറയുന്നവരുള്ളൂ, ഇത് അള്ളാഹുവിന്റെ കലാമാണെന്ന് അംഗീകരിക്കുന്നവരുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് ഖുർആനെങ്കിൽ ഇമാം ബൂസീരിയോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഖുർആനെ കുറിച്ച് ഇത്രയൊക്കെ അങ്ങോട്ട് പാടിയ സ്ഥിതിക്ക് എന്നാ പിന്നെ ഈ ഖുർആൻ ആരും നിഷേധിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി പറഞ്ഞതാണ് ഇമാം ബൂസീരി. നല്ല വാക്ക്, ലാ തഅജ്ജബൻ ബിഹസുദിൻ റാഹ യുൻകിറുഹ തജാഹുലൻ വഹുവ ഐനുൽ ഹാദിഖിൽ ഫഹിമി. എത്രയോ ബുദ്ധിമാന്മാർ, നല്ല എഴുത്തുകാർ, ചിന്തകർ, ഇവരൊന്നും മുസ്ലിങ്ങളല്ലല്ലോ. അവരൊക്കെ നീതി അനീതിയൊക്കെ മനസ്സിലാക്കിയല്ലേ ഓല് ഇസ്ലാമിന്റെ പക്ഷത്ത് നിൽക്കണ്ടേ. ഖുർആനിനെ വരെ ഒരു വേള പുകഴ്ത്തി എഴുതിയവരുമായിരിക്കും അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെരഞ്ഞെടുത്ത് എഴുതുമ്പോ 100 വ്യക്തികളെ പരിചയപ്പെടുത്തുമ്പോൾ റസൂലുള്ളാഹിനെ 1-ാം സ്ഥാനത്ത് വെച്ചവരായിരിക്കും. ഇങ്ങനെ റസൂലുള്ളാഹിനെ മദ്ഹു ചെയ്തവർ എത്ര, വിശുദ്ധ ഖുർആനിനെ പുകഴ്ത്തി പറഞ്ഞ എത്ര ആളുകള്. ഇത് നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ധാരാളം ആളുകളുണ്ട് ഖുർആനിന്റെ സൗന്ദര്യം എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ അവർക്ക് എന്തോ ഇസ്ലാമിലേക്ക് കടന്നു വരാനൊരു വിഷമം. ലാ തഅജബൻ, നീ അത്ഭുതപ്പെടണ്ട. ലിഹസൂദിൻ, അസൂയാലുവിനെ കണ്ട് നീ അത്ഭുതപ്പെടണ്ട. റാഹയുങ്കിറുഹ, ആ അസൂയാലു ഈ ഖുർആനെ നിഷേധിക്കാൻ വേണ്ടി ഒരുമ്പെടുന്നു. തജാഹുലൻ, അയാൾക്ക് അറിയാത്തത് കൊണ്ടല്ല, അറിവില്ലായ്മ അഭിനയിച്ചുകൊണ്ട് നടിച്ചുകൊണ്ട്. തജാഹുലൻ, അറിയാഞ്ഞിട്ട് നല്ല, അറിവില്ലായ്മ നടിച്ച്. ആള് ഉറക്കം നടിക്കാൻ, അറിയാത്തതുപോലെ കാട്ടാൻ, അറിയാത്തതുപോലെ അഭിനയിച്ച് വിശുദ്ധ ഖുർആനിനെ നിഷേധിക്കാൻ തരപ്പെടുന്ന എത്രയോ ഹസൂദുകള്, എത്രയോ അസൂയാലുക്കളുണ്ട്. അവരുടെ കാര്യത്തിൽ നീ അത്ഭുതപ്പെടേണ്ട. സംഗതി വഹുവ ഐനുൽ ഹാദിഖിൽ ഫഹിമീൻ, അവര് നല്ല സമർത്ഥരായ ബുദ്ധിമാന്മാരാണ്. വഹുവ ഐനുൽ ഹാദിഖിൽ ഫഹിമി, നല്ല സമർത്ഥനായ ബുദ്ധിമാനാണ്. എന്നിട്ടും ഖുർആനെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ അത് ഹസദാണ്. അതാണല്ലോ വലീദ് ഇബ്നുൽ മുഗീറക്ക് പറ്റിയത്. നമ്മൾ കേട്ടു, ഇസ്ലാമിലേക്ക് കടന്നു വന്നാലോ എന്ന് ചിന്തിച്ചു. പക്ഷേ നേതൃത്വം നഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോ വലീദ് സമ്മതിച്ചില്ല. വിശുദ്ധ ഖുർആനിന് സമാനമായ ഒരു ആയത്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഇവരോട്, ഇവരെ മുട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവരോട് ചോദിച്ചിട്ട് ഇവർക്ക് പറയാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അവരെ നന്നായി വലക്കുന്ന രൂപത്തിൽ തന്നെ അവരോട് സംസാരിച്ചില്ലേ? കൊണ്ടുപോവാ കഴിയുമെങ്കിൽ. വീണ്ടും ഏറ്റുമുട്ടിയപ്പോ ഈ അസൂയാലുക്കൾക്കറിയാം സാധ്യമല്ല. എന്നാലും ഒരു കൈ നോക്കിക്കളയാമെന്ന് കരുതി അവരതിന് ഒരുങ്ങിയിരുന്നു. ഒരുങ്ങിയ സംഭവങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. സൂറത്തുൽ ഖാരിയ ഉണ്ടല്ലോ, അൽ ഖാരിയതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. ഈ ആയത്തിന് പകരം, ഈ സൂറക്ക് പകരം ഞങ്ങളൊരു സൂറത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞു മുശ്രിക്കുകൾ. എന്നിട്ട് മുശ്രിക്കുകളിൽ സാഹിത്യ പടുക്കളായ ചിലർ അതിനൊരുങ്ങിയത്രേ. എന്നിട്ട് അവരുണ്ടാക്കിയ ആയത്തുകളൊക്കെ അതിരസകരമായ കുറെ സൂറകൾ അവർ സ്വയം തന്നെ എളിമ്പരാ. ഇത് ഓതുമ്പോൾ ഓൽക്ക് തന്നെ തോന്നുകയാണ് ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല. അൽ ഖാരിയതു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ എന്നതിന് പകരം ഇവർ ആയത്തുണ്ടാക്കിയത്രേ. ഇവരൊരു സൂറ, അൽ ഫീലു മൽ ഫീൽ വമാ അദ്റാക മൽ ഫീൽ ലഹു ദനബുൻ ഖസീർ വഖുർതൂമുൻ തവീൽ ഇന്ന ദാലിക മിൻ ഖൽഖില്ലാഹി ലഖലീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബഡായി പറഞ്ഞു നോക്കി. അത് ഓതിയപ്പോൾ ഓൽക്കന്നെ തോന്നി ഇത് വളരെ മോശമായിപ്പോയി. എന്താണ് ഖാരിയ? പരസ്പരം ഏറ്റുമുട്ടുന്ന മഹാദുരന്തം എന്താണെന്നറിയോ എന്ന് ചോദിച്ചിട്ട് ഖിയാമത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന ആ സംഭവം, ഇത്രയും വലിയൊരു സംഭവമാണ് അതിലൂടെ ആവിഷ്കരിച്ചത്. അപ്പൊ ഇവൽ അൽഫീലു മൽഫീൽ, ആന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വമാ അദ്റാക മൽ ഫീൽ, ആന എന്ന് പറഞ്ഞാൽ നബി നിങ്ങൾക്ക് എങ്ങനെയാ അത് മനസ്സിലാവുമോ? ആനയെ പറ്റി ഇങ്ങോട്ട് ഇങ്ങനെ പറയാ, ലഹു ദനബുൻ ഖസീർ, അതിനൊരു ചെറിയ വാലാളുള്ളത്, വഖുർതൂമുൻ തവീൽ, നീണ്ട ഒരു തുമ്പിക്കയ്യുമുണ്ട്, ഇന്ന ദാലിക മിൻ ഖൽഖില്ലാഹി ലഖലീൽ, ഇങ്ങനെ ഉള്ള അള്ളാഹുവിന്റെ സൃഷ്ടികൾ വളരെ കുറവാണ്.
ഇങ്ങനെ അങ്ങോട്ട് ആയത്തുണ്ടാക്കാൻ തുടങ്ങി. അത് പറഞ്ഞപ്പോൾ അവരെന്നെ സ്വയം എളുമ്പിയരായി. എന്താ നമ്മൾ ഈ പറയുന്നത്? എന്താ നമ്മൾ ഈ പറയുന്നത്? അൽക്കാരിയത്തും അൽക്കാരിയക്ക് കടയൊപ്പിക്കാൻ ഇത് കഴിയോ? ഒരിക്കലും കഴിയില്ല. എന്താണ് കാരിയ? അതൊരു മഹാസംഭവമാണ്. ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഒമാദ്രാഖ് എന്ന് ചോദിക്കാൻ പറ്റൂ. അത് ഈ ദുനിയാവിൽ നിന്ന് അറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത കാര്യത്തെക്കുറിച്ച് ഒമാദ്രാഖ് എന്ന പ്രയോഗം നടത്തൂ. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാനാണ്? അതൊക്കെ അവിടെ എത്തുമ്പോൾ കാണാം, അന്ന് മനസ്സിലാക്കുക എന്നല്ലാതെ ഇങ്ങനെയുള്ള ശൈലികൾ. അപ്പൊ ഇത്തരം ഒരുപാട് വേണ്ടാവൃത്തിക്ക് വേണ്ടി അവർ തുനിഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും വിലപ്പോയില്ല, അതൊന്നും ക്ലച്ച് പിടിച്ചില്ല എന്നതാണ് സത്യം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാം പറയുകയാണ്, ഇമാം ബൂസീരി പറയുകയാണ്, ഇങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഖുർആനിനോട് അസൂയയുള്ള ആളുകൾ നിഷേധിക്കാൻ ഒരുമ്പെടുന്നത് കണ്ടേക്കാം. ഇതെന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് ഇത് അംഗീകരിക്കാൻ കഴിയാത്തത്. ലൊക്കത്തുങ്കിറുൽ അഈനു ദൗ അശംസി മിൻ റമദീ വയുങ്കിറുൽ ഫമു തഅമൽ മാഇ മിൻ സഖമീ. കത്തുങ്കിറുൽ ഐൻ, കണ്ണ് ചിലപ്പോഴൊക്കെ നിഷേധിച്ചേക്കാം. ലൗ അശംസി, സൂര്യപ്രകാശത്തെ. സൂര്യപ്രകാശം അല്ല എന്ന് പറയും ചിലപ്പോ. കണ്ണ് മിൻ റമദി, ചെങ്കണ്ണ് രോഗമുള്ളത് കൊണ്ട്, ചെങ്കണ്ണ് രോഗമുള്ളതിനാൽ കണ്ണ് ചിലപ്പോ പ്രകാശമല്ല എന്ന് പറഞ്ഞേക്കാം. എന്ന് പറഞ്ഞാൽ നട്ടുച്ചക്ക് ഇപ്പൊ പ്രകാശമല്ല എന്ന് പറഞ്ഞേക്കാം. സൂര്യനെ നോക്കാൻ കഴിയാത്ത ചെങ്കണ്ണ് രോഗമുള്ള ആള് എന്ന് കരുതി സൂര്യനില്ല എന്നല്ല, പകലല്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്നതുപോലെയാണ് ഖുർആനെ പറയാനും അംഗീകരിക്കാനും പ്രയാസമുള്ള കുറെ ടീമുണ്ടാവും. അവരതാണ് പറയൂല, വിശ്വസിക്കൂല. അവർ ഖുർആനിനെ എന്ന് എതിർത്തുകൊണ്ടിരിക്കും. അത് കരുതി നിങ്ങൾ ബേജാറാവണ്ട എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ചെങ്കണ്ണ് രോഗം ബാധിച്ചവൻ, ഒരു പക്ഷെ ബാധിച്ച കണ്ണ് ഒരു പക്ഷേ സൂര്യപ്രകാശത്തെ നിഷേധിച്ചേക്കാം. വയുങ്കിറുൽ ഫമു തഅമൽ മാഇ മിൻ സഖമീ, അതേ രൂപത്തിൽ തന്നെയാണ് വായു. ആരുടെ വായു? രോഗിയുടെ വായു. രോഗം കാരണമായി ശുദ്ധജലത്തിന്റെ ടേസ്റ്റ് ഒരു പക്ഷേ നിഷേധിച്ചേക്കാം. നല്ല രസമുള്ള, കുടിക്കാൻ നല്ല സ്വാദുള്ള ചായയാ കൊടുത്തത്, അല്ലെങ്കിൽ നല്ല പായസമാണ് കൊടുത്തത്, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നല്ല ആപ്പിളാണ് കൊടുത്തത്. ആർക്കാ കൊടുത്തത്? 2 ആഴ്ചയായി ടൈഫോയിഡായി കിടക്കുന്ന വ്യക്തിക്കാ കൊടുത്തത്. അയാളത് കടിച്ചിട്ട് പറയും കഴിക്കുന്നു. ഇതിന്റെ അർത്ഥം ആപ്പിള് കഴിക്കുന്നുണ്ട് എന്നല്ല, ഇയാളെ വായിനാണ് കുഴപ്പം, ഇയാൾ രോഗിയായതുകൊണ്ടാണ്. എന്നതുപോലെ നല്ല മധുരമുള്ള വെള്ളം കൊടുത്തു, സ്വാദുള്ള ചായ കൊടുത്തു, പായസം കൊടുത്തു. അത് കുടിച്ചിട്ട് ഇയാൾ പറയാണ് ഒരു ടേസ്റ്റും ഇല്ല, ഇത് ഇയാൾക്കാ കുഴപ്പോ, ഇയാൾ രോഗമായതുകൊണ്ടാണ്. ഇതേ രൂപത്തിൽ ഖുർആനിന്റെ ടേസ്റ്റ് കാണാൻ കഴിയാത്തവർ അവരവരുടെ കുഴപ്പം എന്താണെന്ന് വിലയിരുത്തട്ടെ. അവിടെയാണ് കുഴപ്പം. അല്ലാഹു തആല പറഞ്ഞില്ലേ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശുദ്ധ ഖുർആനിൽ നിന്ന് റഹ്മത്തും ഔഷധവീര്യമുള്ളതുമായ ഭാഗങ്ങൾ ഞാൻ ഇറക്കുന്നുണ്ട്. ഖുർആൻ ഓതി മന്ത്രിച്ചാൽ ശിഫ കിട്ടും. ഖുർആൻ ഓതിയാൽ അത് വലിയ അനുഗ്രഹമാണ്. ഓതുന്നയാളുടെ മനം തെളിയും, അയാളുടെ ചിത്തം തെളിയും. മാത്രമല്ല ഓതുന്നവന് നരകച്ചൂട് അണച്ചു കളയാൻ കഴിയും, ഓതുന്നവന്റെ പാപങ്ങൾ പൊറുപ്പിച്ചു കളയാൻ കഴിയും. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മ, രോഗമുണ്ടോ ഓതി ഊതിയാൽ അത് സുഖപ്പെടും, ഓതി ഊതിയ വെള്ളം കുടിച്ചാൽ സുഖപ്പെടും. ഖുർആനിലെ പല ആയത്തുകളും പലതിനും പരിഹാരമാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ, ആർക്ക്? ലിൽ മുഅ്മിനീൻ, വിശ്വാസമുള്ളവർക്ക്. അതേ സമയത്തോ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ, അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. അതേ ഖുർആൻ തന്നെ അക്രമി ഓതിയാൽ ഈ ഫലമൊന്നും കാണില്ല, വിശ്വാസിക്ക് അതുകൊണ്ട് ഫലം ഉണ്ടാവും. അതാ ഞാൻ പറഞ്ഞു. രോഗമുള്ള ഒരാളും രോഗമില്ലാത്ത ഒരാളും ഒരേ ആപ്പിള് 2 കഷ്ണമായിട്ട് രോഗമുള്ളവനും കൊടുത്തു, ഇല്ലാത്തവനും കൊടുത്തു. ഇല്ലാത്തവൻ പറയും നല്ല ടേസ്റ്റ് ഉണ്ടടാ, മറ്റവൻ പറയും എന്ത്, അവൻ നെറ്റി ചുളിക്കും, എന്ത് ഇതൊരു ടേസ്റ്റും ഇല്ല എന്ന് പറയും. കുഴപ്പമായിരിക്കും അവനാ. എന്നതുപോലെ ഖുർആൻ ഔഷധവീര്യമുള്ളതാണ്.
ഖുർആൻ റഹ്മത്താണ്. പക്ഷേ ഇവിടെ കുഴപ്പമാർക്കാണെന്നറിയോ? ഖുർആനിനല്ല, കുഴപ്പം ഇവർക്കാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, വിശുദ്ധ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ന് പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ കേട്ടു. വകസ്വിറാത്തി വകൽ മീസാനി മഅദിലതൻ, സിറാത്ത് പോലെ, അതുപോലെ തന്നെ മീസാൻ പോലെ നീതിയുടെ കാര്യത്തിൽ കൃത്യത പുലർത്തുന്നതാണ്. നന്മ തിന്മയുടെ വിഷയത്തിൽ അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അം ഹസിബല്ലദീന ജതറഹു സയ്യിആത് അൻ നജ്അലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി സവാഅം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. ധാരാളം സംഭവങ്ങൾ ഇത്തരത്തിലുള്ളത് പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ ഈ കാണുന്ന ഇത്രയും ശക്തമായ നീതികൾ, സമ്പൂർണമായ നീതി, ഖുർആൻ പ്രഖ്യാപിക്കുന്ന നീതിയുടെ ശബ്ദം എന്തേ കാണാൻ കഴിയാതെ പോയത്? അത് ഈമാന്റെ കുറവാണ്, അവരുടെ ആണ്. കാരണം ഗ്രന്ഥങ്ങളിൽ നിന്ന്, പഴയ ഗ്രന്ഥങ്ങളിൽ നിന്ന്, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ടീമിന് വരെ നന്നാവാൻ കഴിഞ്ഞില്ലല്ലോ. അവർക്ക് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ലേ, നിങ്ങൾ എങ്ങനെയാ പ്രവാചകനെ അറിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിബ്നു സലാം പറഞ്ഞതെന്താ? എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എൻ്റെ സ്വന്തം മകനെ ബോധ്യപ്പെട്ടതിലധികം ബോധ്യപ്പെട്ടിട്ടുണ്ട് അബ്ദുല്ലാഹിബ്നു സലാം. കാരണം എന്താ? തൗറാത്തിൽ അത്രയും വലിയ വിശേഷണമാണ് റസൂലുള്ളാഹിക്ക് പറഞ്ഞത്. അതാണ് കണ്ടപ്പോൾ ഈ ആൾ എന്നെ എനിക്കത് ബോധ്യപ്പെട്ടു. അപ്പൊ ചോദിച്ചു, നിങ്ങളെ കുട്ടിയെ അറിയുന്നതിനേക്കാളും അറിയുന്നു പറഞ്ഞ കുറച്ച് ഓവറായില്ലേ? അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, കുട്ടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര ഉറപ്പ് പറയാൻ പാടില്ല. കാരണം എന്താ? ചിലപ്പോൾ ഉമ്മ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ കുട്ടിയെ വിചാരിച്ച് ഇങ്ങനെ ചിലവ് കൊടുക്കുന്നുണ്ട്, സംഗതി ഓളെങ്ങാനും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി കുഴപ്പമായിരിക്കുമല്ലോ. അത് ഉറപ്പിക്കാൻ വയ്യ. ഞാൻ അങ്ങനെ പറഞ്ഞു വരുന്നത് എൻ്റെ കുട്ടിയാണ്, എനിക്ക് പറയാൻ പറ്റൂല. അത് ഓക്കെ തന്നെ ഉറപ്പുള്ളൂ, എൻ്റെ തന്നെയാണോ? ആ കാര്യത്തിൽ വിശ്വാസം ഉറപ്പില്ല. നേരെ മറിച്ച് റസൂലുകാരാണ്, അത് ഞങ്ങൾക്ക് കിതാബിലൂടെ മനസ്സിലായിട്ടുണ്ട്. അതിലിഞ്ഞ് തർക്കല്ല, അതിലിഞ്ഞൊരു കൺഫ്യൂഷൻ വകുപ്പില്ല. ഇങ്ങനെ ബോധ്യപ്പെട്ട യഹൂദികൾ എന്തേ റസൂലുള്ളാഹിന്റെ ഇത്രയും വലിയ അക്രമികളായത്? നസാറാക്കൾ എന്തേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്ര വലിയ ശത്രുക്കളായത്? അതാണ് ആ പറഞ്ഞത്. ലാ തഅജബൻ ലിഹസൂദിൻ റാഹ യുംഗിറുഹാ എന്ന് പറഞ്ഞത് അതാണ്, അസൂയ കൊണ്ടാണ്. അതെന്തേ ഞങ്ങളെ കൂട്ടത്തുനിന്ന് വരാതിരുന്നത് എന്നുള്ള വിഷമം, ഇവൻ എന്തേ ഒരു യതീം പയ്യനായി പോയത് എന്ന വിഷമാണ്. ഇതൊക്കെയാണ് പലരെയും വിഷമിപ്പിച്ചത്. അപ്പൊ ഖുർആൻ നീതിയുടെ പക്ഷത്താണ്. ഖുർആൻ ചോദിച്ചു, തിന്മ ചെയ്തവരെ നന്മ ചെയ്തവരെ പോലെ നമ്മൾ ആക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അത് കേവലം ഒരാഗ്രഹം മാത്രമാണ്. അത് വെറുതെ ഉള്ളിൽ വെച്ചോ, നടക്കൂല. അം ഹസിബല്ലദീന ജതറഹു സയ്യിആതി, സർവ്വ വേണ്ടാത്തരങ്ങളും ചെയ്തു നടക്കുന്നവർ അവർ വിചാരിക്കുന്നുണ്ടോ? അന്നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സുഹൃതം ചെയ്യുകയും ചെയ്തവരെ പോലെ അവരെ നമ്മൾ ആക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? സവാഅൻ മഹിയാഹും വ മമാതുഹും, അവരുടെ ജീവിതവും മരണമൊക്കെ അവർക്ക് കണക്ക്. ജീവിച്ചാലും ഹൈറാണ്, മരിച്ചാലും ഹൈറാണ്. റബ്ബന ആതിന ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസന, ഓൽക്കൊന്നിനും ഒരു നട്ടല്ല. അതുപോലെയാണ് ഈ വേണ്ടാത്തരവും വൃത്തികേടും ചെയ്ത് നടക്കുന്ന ടീം എന്ന് നീ കരുതിയോ? കരുതിയെങ്കിൽ അപകടമാണ്. സാഅമാ യഹ്കുമൂൻ, അങ്ങനെ കരുതി തീരുമാനിച്ചെങ്കിൽ ആ തീരുമാനം എത്ര മോശമായി പോയി. ഞാൻ നന്മയോടുള്ള കാഴ്ചപ്പാടും തിന്മയോടുള്ള കാഴ്ചപ്പാടും തീർത്തും അത് രണ്ടും രണ്ടാണ്, അത് രണ്ടും വെവ്വേറെയാണ്. അല്ലാഹു തആല പറയുന്നു. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് ധാരാളം ആയത്തുകൾ സൂറത്തുൽ ജാസിയയിലെ 21-ാമത്തെ ആയത്താ ഓതിയത്. അതേ രൂപത്തിൽ തന്നെ അല്ലാഹു ചോദിക്കുന്നു, അം നജഅലുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർളി അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അല്ലാഹു ചോദിക്കുകയാണ്, കണ്ട നിങ്ങൾ, ഖുർആൻ നീതിയാണ് സംസാരിക്കുന്നത്. അല്ലാഹു പറയുന്നു, എൻ്റെ നീതി എത്രത്തോളമാണെന്നറിയോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അം നജഅലുൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ഈമാനും അമലുസ് സാലിഹാത്തുമുള്ള വിഭാഗം അവരാരെയും വിഷമിപ്പിക്കാൻ പോയിട്ടില്ല, ആരെയും തെറി പറയാൻ പോയിട്ടില്ല, ഗീബത്ത് പറയാൻ പോയിട്ടില്ല, നമീമത്ത് പറയാൻ പോയിട്ടില്ല. നിസ്കരിച്ചു നോമ്പ് നോറ്റ് ഖുർആനോദി ഔറത്തു മറച്ച് നല്ല ചിട്ടയിലൂടെ അങ്ങനെ മുന്നോട്ട് നീങ്ങി. ഇത്തരം പരിപാടികൾ ഉണ്ടാകുമ്പോൾ അതിനോട് സഹകരിച്ചു. അതിനെതിരെ പുറത്തു നിന്ന് മുറുമുറുപ്പുണ്ടാക്കിയവരല്ല. ഹബീബിന്റെ മൗലിദാഘോഷം കൊണ്ടാടുമ്പം അതിനെ എതിർത്തവരല്ല. മഹാന്മാരായ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും
ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ അത്തരം പരിപാടികൾ തളർത്തിക്കളയാൻ വേണ്ടി ലോകാടിസ്ഥാനത്തിൽ ഗൂഢാലോചനകൾ നടത്തിയവനല്ല, സാദാത്യങ്ങൾക്കെതിരെ ഗീബത്ത് പറഞ്ഞവനല്ല. റസൂലുള്ളാഹി തങ്ങൾ പൊരുത്തപ്പെടുവോ? അവിടുത്തെ കുടുംബത്തിൽപ്പെട്ട ഒരു പേരക്കുട്ടിയെ ഗീബത്ത് പറയുന്നതില്ല. നല്ലോണം കരുതിക്കോ. റസൂലുള്ളാഹി ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അഹ്ലു ബൈത്ത് കസഫീനത്തി നൂഹിൻ അലൈഹിസ്സലാം, നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ് എൻ്റെ കുടുംബം. അഹ്ലു ബൈത്തി, എൻ്റെ കുടുംബം, കസഫീനത്തി നൂഹ്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ പോലെയാണ്. പ്രളയം വന്ന് മുസ്ലിമീങ്ങൾക്ക് ജനങ്ങൾക്കെല്ലാം ദുരന്തം വന്നപ്പം അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് കപ്പൽ ഒഴുക്കാൻ പറഞ്ഞു. ആ കപ്പൽ പോലെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കപ്പലിൽ കയറിയവൻ രക്ഷപ്പെട്ടു, പുറത്തു നിന്നവൻ മുങ്ങിച്ചാവും. ഇതുപോലെയാണ്. ഒരിക്കലും സാദാത്യങ്ങളെ തെറി പറയാൻ പാടില്ല. ഇത് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഏതോ ഒരു ഒരു സയ്യിദിനെ പറയുന്നതിനെ കുറിച്ചല്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പാർട്ടി തിരിച്ച്, ഗ്രൂപ്പ് തിരിച്ചൊക്കെ പണ്ഡിതന്മാരെ തെറി പറയുന്നത്, പ്രത്യേകിച്ചും സയ്യിദന്മാരെ തെറി പറയുന്നത് കരുതണം. അല്ലാഹ അല്ലാഹ ഫീ അഹ്ലി ബൈതി, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി തങ്ങളുടെ ആൺമക്കളൊക്കെ മരിച്ചു പോയപ്പോൾ അവർ പരിഹസിച്ചു മുശ്രിക്കുകൾ. എടാ, സാധാരണ ഒരു പ്രസ്ഥാനം നിലനിൽക്കലുള്ളത് ആ നേതാവിന്റെ മക്കളിലൂടെയാണ്. ഇത് മുഹമ്മദിന്റെ കാലം കഴിഞ്ഞു. കാരണം പിന്നെ പെൺമക്കളല്ലേ ഉള്ളൂ. ഈ കൊടി പിടിക്കാൻ ആളില്ല, ഈ മുദ്രാവാക്യം വിളിക്കാൻ പിന്നെ ലോകത്താളില്ല. ശരിക്കു ചിന്തിച്ചോ നിങ്ങൾ. അവിടെയാണ് അല്ലാഹു തആല നിങ്ങളിൽ ഒരാളുടെ പിതാവല്ല കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി, മാ കാന മുഹമ്മദുൻ നബാ അഹദിൻ മിർ റിജാലിക്കും എന്ന ആയത്ത് പറഞ്ഞുകൊണ്ട് അവരെ വിമർശിക്കുകയാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ മക്കളാണ് മരിച്ചു പോകുന്നതോടുകൂടെ മരിക്കുന്ന പ്രസ്ഥാനമല്ല. നബിതങ്ങൾക്ക് അല്ലാഹു തആല നല്ല ഒരു സമാധാനവും നൽകി. നബിയെ, അവർ വിചാരിച്ചതുപോലെയല്ല. നിങ്ങൾ അബദ്ധറാണ്, നിങ്ങൾ കുറ്റിയറ്റയാളാണ്. ഇനി നിങ്ങൾക്കൊരു പിന്തുടർച്ചാവകാശക്കാരൻ വരാനില്ല. നിങ്ങൾ ചെയ്ത സാധു സംരക്ഷണം നടത്താൻ ആളില്ല, നിങ്ങൾ നടത്തിയ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്താൻ ആളില്ല, നിങ്ങൾ നടത്തിയ പ്രബോധന വേദികൾ സംഘടിപ്പിക്കാൻ ആളില്ല, നിങ്ങൾ നടത്തിയ മൗലിദ്, നിങ്ങൾ അംഗീകാരം കൊടുത്ത തിരുനബി പ്രകീർത്തന സദസ്സുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തതാണ്. മദീനത്തെ പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച്, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച്, ബഹുമാനപ്പെട്ട സഫിയുല്ലാഹി ആദം അലൈഹിസ്സലാമിനെ കുറിച്ച്, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ഒക്കെ മദ്ഹ് പറയുമ്പോൾ റസൂലുള്ളാഹി അത് കേട്ട് കയറി ചെല്ലുമ്പോൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തേ എന്നെ പറ്റി പറയാതിരുന്നത്? അലാ വ അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്, പറയൂ. വലാ ഫഖറ, ഇത് ഞാൻ എന്നെ തന്നെ സ്വയം, ഞാൻ എന്നെ തന്നെ പൊക്കിയായി അവതരിപ്പിക്കുകയല്ല, ഇത് ഞാൻ തന്നെ പൊക്കിയാവുകയല്ല. ഉള്ളത് പറയാൻ അല്ലാഹ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് എനിക്ക് ചെയ്തു തന്ന, എനിക്ക് തന്ന നിലയും വിലയുമാണ്. അത് നിങ്ങൾ അംഗീകരിക്കണം. ഞാൻ ആദ്യത്തവരുടെയും അവസാനത്തവരുടെയും നേതാവാണ്. ഞാനാണ് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ഔദ്യോഗികമായി പിടിച്ചുദ്ഘാടനം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ, മൗലിദ് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. അതന്നെയാണ് ഈ മങ്കൂസ് മൗലിദിലും ഷറഫുൽ അനാമിലും ഇമാം ബൂസീരിയുടെ കവിതകളിലും ഒക്കെയുള്ളത്. അപ്പൊ ഇതൊക്കെ നടത്താൻ നബിയെ നിങ്ങളെ ശേഷം ആളില്ലെന്ന് പറയുന്നതിൽ നിങ്ങൾ വിഷമിക്കണ്ട. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയെ നിങ്ങൾക്ക് നാം ധാരാളം മക്കളെ നൽകുന്നുണ്ട്. നിങ്ങളെ നേരെ മക്കളില്ലെങ്കിൽ പേരമക്കള്, അത് ഖിയാമം വരെ നിലനിൽക്കും. കണ്ടോ നിങ്ങൾ, അല്ലാഹു കൊടുത്ത ഓഫറാണ്. എന്നിട്ട് പറഞ്ഞു ഫസല്ലി റബ്ബിക വൻഹർ, അതുകൊണ്ട് സമാധാനത്തോടെ നിങ്ങളെ സാമ്പത്തിക ശാരീരിക ബാധ്യത നടത്തി നിങ്ങൾ മുന്നോട്ട് പോകുക നബിയെ. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, നിങ്ങളോട് വിദ്വേഷവും വെറുപ്പുമുള്ള ഈ കക്ഷികളില്ലേ, ഹുവൽ അബ്തർ, അവൻ തന്നെയാണ് വേരറ്റവൻ, വാല് മുറിഞ്ഞവൻ അവൻ തന്നെയാണ്. ആ പ്രസ്ഥാനത്തിന് ഇവിടെ ആളുണ്ടാകാതെ പോകുക, അവനെ പറ്റി പറയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങളെപ്പറ്റി പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. അപ്പൊ ഞാൻ പറയാൻ കാരണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ആദരിച്ച സയ്യിദന്മാരെ നമ്മൾ നന്നായി ആദരിക്കണം. അത് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയുന്നത്. അപ്പൊ ഇത്തരം ഈമാനും അമലു സാലിഹാത്തും, ഇത്തരം വേണ്ടാത്തരത്തിൽ നിന്നും പോകാതെ ഈമാനും അമലു സാലിഹാത്തും ആയി പോയ ടീമിനെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, നേരത്തെ പറഞ്ഞ ആ വേണ്ടാത്തരൊക്കെ ചെയ്യുന്ന ടീമിനെ പോലെ നമ്മൾ ആക്കും നിങ്ങൾ കരുതിയിട്ടുണ്ടോ? അത് നീതിയല്ല.
അങ്ങനെ ചെയ്താൽ അനീതിയാണ്. അപ്പൊ എന്താ, മറ്റോലെ ഞാൻ ശരിക്കും കൈകാര്യം ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. ഇത്തരം ശല്യങ്ങൾ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ടീമിനെ ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ്. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരെ പോലെ ഈമാനും അമലു സാലിഹാത്തുള്ളവരെ ഞാനാക്കോ, അം നജഅലുൽ മുത്തഖീന കൽ ഫുജാർ, അതോ ഭക്തന്മാരെ തമ്മാടികളെ പോലെ ഞാൻ ആക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തമ്മാടികൾക്ക് തമ്മാടിയുടേതായ സങ്കേതം, ഭക്തന്മാർക്ക് ഭക്തന്മാരുടേതായ അഭയകേന്ദ്രം ഇത് ഞാൻ തീർച്ചയായിട്ടും നൽകും. സ്വർഗവും നരകവും. സൂറത്ത് സാദിന്റെ 28-ാം വചനം. ഇങ്ങനെ ധാരാളം ആയത്തുകൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറയാനുണ്ട്. ലാ യസ്തവി അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്ന, സ്വർഗാവകാശികളും നരകാവകാശികളും സമമാകുകയില്ല ഒരിക്കലും. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സൂറത്തുൽ ഹശ്ർ 20-ാം വചനം. തീർച്ചയായിട്ടും സ്വർഗാവകാശികളും നരകാവകാശികളും ഒരുപോലെയല്ല. സ്വർഗാവകാശികൾ അവർ വിജയികളാണ്, അവർ രക്ഷപ്പെട്ടവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇന്ന് ഞാൻ പറയണമെന്ന് കരുതിയ ഭാഗമാണ് ഞാൻ ചൊല്ലിവെച്ച അത് ഞാൻ ചൊല്ലിവെച്ച ആയത്തിൽ നിങ്ങൾ കേട്ടിട്ടാല ബൈത്തുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നല്ലൊരു ബൈത്ത്. റൗള, അത് റൗളയാണ്, നമുക്ക് നാളെ പറയാം. റൗളയിൽ എത്തുമ്പോഴുള്ള അവസ്ഥ, യാ ഖൈറ മൻ യമ്മൽ അഫൂന സാഹതഹു സഴിയം വഫൗക മുതു നില്ലൈനു കിർറുസുബി. റൗളയിൽ സിയാറത്തിനു വേണ്ടി ചൊല്ലുന്ന ആളുകളെ വർണ്ണിക്കുകയാണ് ഇമാം ബുസീരി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ദൃഷ്ടാന്തമാണെന്ന് പറയാൻ, നബി തങ്ങൾ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് പറയാൻ, അതിനൊക്കെ ധാരാളം സംഭവങ്ങൾ ഉദ്ധരിച്ച് നമുക്ക് നാളെ സംസാരിക്കണം. നിങ്ങൾ നേരത്തെ തന്നെ വേദിയിലെത്തുക. നേരത്തെ പറഞ്ഞു നിങ്ങളോട് 7:30 തുടങ്ങുക, 9:30 അവസാനിപ്പിക്കുക, ആ കൃത്യനിഷ്ഠ പാലിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്ന അടുത്ത ബൈത്തിലേക്ക് കടന്നാൽ എന്തായാലും അത് പൂർത്തിയാക്കാൻ കഴിയൂല. യാ ഖൈറ മൻ യമ്മൽ അഫൂന സാഹതഹു, പുണ്യവും തേടി നിങ്ങളുടെ തിരുമുറ്റത്ത് എത്തുന്നവരിൽ, പുണ്യവും തേടി മഹാന്മാരുടെ തിരുമുറ്റത്തെത്തുന്നവരിൽ ഏറ്റവും അത്യുത്തമരായ നബിയേ എന്നിട്ട് വിളിക്കാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിക്കാണ്. ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ബുസീരി മുശ്രിക്കാണോ? ശരിക്കും ചിന്തിക്കണം നിങ്ങൾ. ആരാ ഇമാം ബുസീരി എന്ന് പഠിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം ബുസീരിയുടെ അനുരാഗ ചൂടിന്റെ കടുപ്പം ആദ്യത്തെ വരികളിലൂടെ കഴിഞ്ഞ വർഷം നാം പരിചയപ്പെട്ടിട്ടുണ്ട്. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി എന്ന് പറഞ്ഞു തുടങ്ങുന്ന വരികളിലൂടെ നമ്മളത് പരിചയപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ഇമാം ബുസീരി റഹ്മത്തുള്ളാഹി അലൈഹിയോടൊപ്പം നമുക്കും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയണോ? നമ്മൾ ഹബീബിനെ സ്നേഹിക്കുന്നവരാവണം, ഹബീബിന് വേണ്ടി ജീവിക്കുന്നവരാവണം, ഹബീബിന് വേണ്ടി എല്ലാം ഹബീബിന് വേണ്ടി നൽകുന്നവരായിരിക്കണം. അപ്പോഴേ നമുക്കതിന് സാധിക്കൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളമായി മദ്ഹ് ചെയ്യണം. ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന ഭാഗം ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വിശദീകരിക്കാം. നാളെ അത് വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ പറയുന്നതാണ് ഭംഗി. നാളെ ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് പറയും. തിരുനബി പ്രകീർത്തനം നടത്താൻ ഖുർആനാണ് നമ്മളോട് പറഞ്ഞത്. എവിടെയുള്ളത്, ഏത് കിതാബിലുള്ളത് എന്നിങ്ങനെ ചോദിക്കേണ്ട. ഖുർആനിൽ അല്ലാഹു പറഞ്ഞിരിക്കുന്നു. നാളെ പറഞ്ഞുതരാം. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ വായിക്കുക, ഇമാം നസഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ വായിക്കുക. അവരുടെയൊക്കെ പിൻബലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്യാൻ ആയത്തിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. എന്നാൽ നബി തങ്ങളെ മദ്ഹ് ചെയ്യാതെ നബി തങ്ങളെ ശല്യപ്പെടുത്തുന്ന ടീമിന്റെ ഗതികേട് എന്തായിരിക്കുമെന്നും പറയുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നാളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ ആ ഭാഗം ഇൻഷാ അല്ലാഹ് നമുക്ക് ശരിക്കും അങ്ങോട്ട് ഉൾക്കൊള്ളണം. ലാഭം നേടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ലാഭക്കൊയ്ത്ത് നടത്താൻ ഇതിനുവേണ്ടി ആ ജനങ്ങൾ ഇന്ന് നടക്കുന്ന അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോ. അത്യുത്തമ നിഅമത്തായ ഏറ്റവും വലിയ അനുഗ്രഹമായ മുത്തുനബിയുടെ ധാരത്ത് നിൽക്കണോ, എങ്കിലേ നിനക്ക് ലാഭമുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് എന്നും ഛേദമേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന ഇമാം ബുസീരിയുടെ വരികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ചർച്ച ചെയ്യണം. മുത്തുനബിയുടെ ചാരത്ത് നിന്നെങ്കിലേ നിനക്ക് ലാഭമുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് ഛേദമേ ഉള്ളൂ. അതിന് ഞാൻ ആയത്തും ഉദ്ധരിക്കും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. പടച്ചോനെ, ഇന്ന് ഞങ്ങൾ പറഞ്ഞ സിറാത്തും മീസാനും ഒക്കെ പടച്ചോനെ അവിടെ ഞങ്ങളെ നീ രക്ഷിക്കണേ റഹ്മാനെ. പടച്ചവനെ, നീ സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ, നീ ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ, നീ ഇഷ്ടപ്പെട്ടവരെ ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. പടച്ചവനെ, അർഹമുർ റഹീമായ റബ്ബേ, ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ അതൊക്കെ ഉൾപ്പെടുത്തണം. എന്നോട് ഇങ്ങോട്ട് പോരുമ്പോൾ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയുടെ മദ്ഹ് പറയുന്ന സദസ്സല്ലേ, ഇമാം ബുസീരിയുടെ വചനങ്ങൾ ചർച്ച ചെയ്യുന്ന സദസ്സല്ലേ. അപ്പോൾ
പ്രത്യേകിച്ച് ദ്വാരക്കണം ഉസ്താദേ എന്ന് പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അതിൽ മാനസിക രോഗികളുണ്ട്. ഞാൻ തങ്ങളോട് ഉണർത്തുകയാണ്, തങ്ങൾ തന്നെ ദുആ ചെയ്യണം എന്നൊരു താല്പര്യം എനിക്കുള്ളത് കൊണ്ടാണ്. മാനസിക രോഗികളുണ്ട്, അതുപോലെ തന്നെ മാറാരോഗികൾ, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്, കടം കൊണ്ട് വലഞ്ഞവരുണ്ട്, ഏക്കർ കണക്കിൻ്റെ ഭൂമി വിറ്റുപോകാൻ കഴിയാതെ വിഷമിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന, കൊണ്ടോട്ടി മസ്ഊൽ ഫത്തഹിനെയൊക്കെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ദുആ ചെയ്യണം. പഠിച്ചോനെ, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ അതെല്ലാം ഫത്ഹാക്കി തരണേ റഹ്മാനെ. എല്ലാം നീ ഫത്ഹാക്കി തരണേ റഹ്മാനെ. എല്ലാം നീ ഫത്ഹാക്കി തരണേ റഹ്മാനെ. പഠിച്ചോനെ, നാളെ ഞങ്ങളുടെ ചെറിയ അമലുമായി റബ്ബേ ഒരു കെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബൾബ് പോലും കയ്യിലുണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങൾ സിറാത്ത് പാലം കടക്കാൻ വരുമ്പം അന്ധകാരം കട്ട പിടിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ പഠിച്ചോനെ ഞങ്ങളെ നീ രക്ഷിക്കണം അല്ലാ. ഞങ്ങൾക്ക് നീ പ്രകാശം നൽകണം അല്ലാ. പഠിച്ചോനെ, ഞങ്ങളെ ഹബീബിന്റെ ശഫാഅത്ത് കിട്ടി രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണം അല്ലാ. പഠിച്ചവനെ, അർഹമുർ-റഹീമായ റബ്ബേ, നിന്റെ ഹബീബ് ഞങ്ങൾ ഈ ചെയ്യുന്ന നന്മകളൊക്കെ അറിഞ്ഞ് ഇതൊരു നല്ല അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് നാളെ ഞങ്ങളെ മെയിൻറ്റു ചെയ്യുന്ന, ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ നീ ഉണ്ടാക്കി തരണം റഹ്മാനെ. അതിന് നബിതങ്ങളുമായി കണക്ഷനുള്ള ഒരു മാധ്യമമാക്കി ഈ പരിപാടി നീ മാറ്റിത്തരണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.